So yesterday we were looking at Romans and chapters 1 to 5. ഇന്നലെ നാം റോമാലേഖനം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ And ശ്രദ്ധിക്കുകയായിരുന്നു. we saw how people sink into sin when they are unthankful to God. ദൈവത്തിനോട് നന്ദിയില്ലാത്തവരായിരിക്കുമ്പോൾ ആളുകൾ എങ്ങനെയാണ് പാപത്തിൽ താണു പോകുന്നത് എന്ന് നാം കാണുകയുണ്ടായി. One way to avoid backsliding is by being thankful to God for every little thing. പിന്മാറ്റത്തിലേക്ക് പോകുന്നതിൽ നിന്ന് നാം ഒഴിവാക്കണമെങ്കിൽ എല്ലാ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ് ആവശ്യം. Don't take anything as though you deserve it. നിങ്ങൾക്ക് ലഭിക്കുവാൻ യോഗ്യതയുണ്ട് എന്നുള്ള ചിന്തയിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്നും തന്നെ എടുക്കരുത്. Please remember that the only thing you deserve is hell. നിങ്ങൾ യോഗ്യരായത് നരകത്തിന് മാത്രമാണ്. Anything better than hell, we must be thankful for. നരകമല്ലാത്ത മറ്റെല്ലാ കാര്യങ്ങൾക്കും നാം നന്ദിയുള്ളവരായിരിക്കണം. So there are many things we can thank God for. അതുകൊണ്ട് തന്നെ പല പല കാര്യങ്ങൾക്കായി നാം ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കേണ്ടതുണ്ട്. But I find that many Christians haven't learned that lesson. എന്നാൽ പല ക്രിസ്ത്യാനികളും ഈ പാഠം പഠിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Like the 10 lepers who were healed, only one came back to thank God. 10 കുഷ്ഠരോഗികൾ സൗഖ്യമായെങ്കിലും ഒരാൾ മാത്രമേ നന്ദി കരേറ്റുവാനായിട്ട് തിരികെ വന്നുള്ളൂ. So only 10% of Christians know how to thank God for all that He's done for them. ദൈവം തങ്ങൾക്ക് ചെയ്തതിന് നന്ദി കരേറ്റുവാനായിട്ട് 10% ക്രിസ്ത്യാനികൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. I trust that some of you are seeking for the baptism in the Holy Spirit. നിങ്ങളിൽ ചിലർ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I want to show you the example of the 120 who were waiting in the upper room. മാളിക മുറിയിൽ കാത്തിരുന്ന 120 പേരുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. Luke 24. ലൂക്കോസ് 24. The Lord said to the disciples, യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു. verse 49. 49-ാം വാക്യം. Stay in the city until you are endued, clothed with power from on high. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവീൻ എന്ന് അവരോട് പറഞ്ഞു. Verse 52. They returned to Jerusalem with great joy. അവർ മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന്. And listen to this. നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. They were continually in the temple praising God. അവർ മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദൈവാലയത്തിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തി. It is in that atmosphere that they were filled with the Holy Spirit. ഈ ഒരു അന്തരീക്ഷത്തിലാണ് അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടത്. You stay in that atmosphere of continually thanking and praising God. തുടർമാനമായി ദൈവത്തിന് നന്ദി കരേറ്റുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം. And hunger after Him, and you'll be filled with the Holy Spirit too. അങ്ങനെ നിങ്ങൾക്കും അപ്രകാരം ദൈവത്തോടുള്ള ദാഹവും വിശപ്പും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും. There are many temptations around you to complain and grumble. പരാതി പറയുവാനും പിറുപിറുക്കുവാനും നിങ്ങളുടെ ചുറ്റിനും പല അവസരങ്ങളുണ്ട്. If you get into that habit like other Christians, you'll never be filled with the Holy Spirit. മറ്റ് ക്രിസ്ത്യാനികളെ പോലെ നിങ്ങളും അപ്രകാരം പരാതിപ്പെടുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയില്ല. We saw in chapter 5 how we are justified by faith, verse 1. വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുകയുണ്ടായി. And verse 9 says we are justified by His blood. 9-ാം വാക്യത്തിൽ നാം അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെടുന്നു എന്നും ഞാൻ വായിച്ചു. And in verse 10 we find a very interesting expression. 10-ാം വാക്യത്തിൽ നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗം നാം കാണുന്നു. One refers to our past, the other refers to our future. ഒന്ന് നമ്മളുടെ ഭൂതകാലത്തെ പരാമർശിക്കുന്നു, മറ്റൊന്ന് നമ്മുടെ ഭാവി കാലത്തെ പരാമർശിക്കുന്നു. The past, we were reconciled to God through the death of His Son. തൻ്റെ പുത്രന്റെ മരണത്താൽ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നു. In the future, ഭാവിയിലുള്ളത് we shall be saved
by his life. നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ രക്ഷിക്കപ്പെടും. Have you ever heard a sermon on being saved by the life of Jesus? യേശുക്രിസ്തുവിന്റെ ജീവനാൽ രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രസംഗം നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? All of Christianity preaches about being saved by the death of Jesus. യേശുക്രിസ്തുവിന്റെ മരണത്താൽ ഉള്ള രക്ഷയെക്കുറിച്ചാണ് എല്ലാ ക്രിസ്തീയ ലോകവും പ്രസംഗിക്കുന്നത്. But see here it says we shall be saved by his life. എന്നാൽ ഇവിടെ ഇതാ അവന്റെ ജീവനാൽ നാം രക്ഷിക്കപ്പെടും എന്ന് പറയുന്നു. What does that mean? അതിന്റെ അർത്ഥം എന്താണ്? We are saved from the penalty and punishment of sin by his death. അവന്റെ മരണത്താൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നാം രക്ഷിക്കപ്പെടുന്നു. But we are to be saved from the power of sin by his life. എന്നാൽ പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള രക്ഷ അവന്റെ ജീവനാലാണ് നമുക്ക് സ്വായത്തമാകുന്നത്. Sometimes the songs we sing, theology is not correct. ചിലപ്പോൾ നാം പാടുന്ന ചില പാട്ടുകളുടെ തിയോളജി ശരിയല്ല. There's a song, I think it is in Malayalam also, there's power in the blood, power in the blood. മലയാളത്തിലും നാം പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, രക്തത്തിൽ ശക്തിയുണ്ട്, ശക്തിയുണ്ട്, യേശുവിൻ രക്തത്തിൽ ശക്തിയുണ്ട് എന്ന പാട്ട്. In English one verse says like this. ഇംഗ്ലീഷിൽ അതിന്റെ ഒരു വരി ഇങ്ങനെയാണ്: Would you be free from your passion and pride? നിങ്ങളുടെ മോഹത്തിൽ നിന്നും നിഗളത്തിൽ നിന്നും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ കഴിയുമോ അവന്റെ രക്തത്താൽ? There is power in the blood. യേശുവിന്റെ രക്തത്തിൽ ശക്തിയുണ്ട്. Totally wrong. അത് തീർത്തും തെറ്റാണ്. There's no power in the blood to free us from our passion and pride. നമ്മുടെ മോഹത്തിൽ നിന്നും നമ്മുടെ നിഗളത്തിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കുവാൻ ശക്തി രക്തത്തിനില്ല. There's power in the blood of Jesus to cleanse us from all our sins. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുവാനായി രക്തത്തിന് ശക്തിയുണ്ട്. But not to free us from sin's power, no. എന്നാൽ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കുവാൻ രക്തത്തിന് ശക്തിയില്ല. I don't know if it is translated exactly like that in Malayalam. മലയാളത്തിലും അതുപോലെ തന്നെയാണോ അത് തർജ്ജമ ചെയ്തിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല. But if it is, അങ്ങനെയാണെങ്കിൽ ask yourself how many times you must have sung it നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, അങ്ങനെയെങ്കിൽ നിങ്ങൾ എത്ര പ്രാവശ്യം ആ പാട്ട് and പാടിയിട്ടുണ്ടാകും? never thought about it. നിങ്ങൾ പക്ഷെ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. See, this is the careless way in which we sing songs to God. നാം ശ്രദ്ധയില്ലാതെ ദൈവത്തിന് പാട്ടുകളെ പാടുന്നതിന്റെ ഒരു And ഉദാഹരണമാണ്. that shows a careless attitude towards the things of God. ദൈവത്തിന്റെ കാര്യങ്ങളോടുള്ള നമ്മുടെ അലസ മനോഭാവത്തെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. Now, if you were signing a legal document which involved many lakhs of rupees, ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന ക്രയവിക്രയത്തിന്റെ ഒരു പ്രമാണം നിങ്ങൾ ഒപ്പിടുമ്പോൾ you would never read it carelessly. നിങ്ങൾ ശ്രദ്ധയില്ലാതെ അത് ഒരിക്കലും വായിക്കുകയില്ല. You will never miss out something like this 10-15 times when you read it. Never. 10-15 പ്രാവശ്യം വായിച്ച് എല്ലാം ശരിയാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തും. നിങ്ങൾ അതിൽ ഈ So, പാട്ടിലുള്ളതുപോലെ നിങ്ങൾ ചില കാര്യങ്ങൾ വിട്ടുപോവുകയില്ല. I ask, how is it Christians can sing this song 10-15 times and completely miss it? 10-15 പ്രാവശ്യം ക്രിസ്ത്യാനികൾ ഈ പാട്ട് പാടുകയും എന്നാൽ അതിലുള്ള ഈ തെറ്റായ ദൈവശാസ്ത്രം അവർക്ക് They കാണുവാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ടാണ്? sang it 100 times. ഒരുപക്ഷെ 100 പ്രാവശ്യം പാടിയിട്ടുണ്ടാകും. They would never make such a mistake in a legal document even once. എന്നാൽ ഒരു ലീഗൽ പ്രമാണത്തിൽ അവർ ഒരു പ്രാവശ്യം പോലും ഇങ്ങനെ ഒരു തെറ്റ് Because വരുത്തുകയില്ല. that involves money. കാരണം അതിൽ പണച്ചെലവുണ്ട്. And I want to say to you very honestly, സത്യസന്ധമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, it's because money means more to you than the things of God that you do not grow spiritually. നിങ്ങളെ സംബന്ധിച്ചോളം ആത്മീക കാര്യങ്ങളെക്കാട്ടിലും പണത്തെ കൂടുതൽ വിലമതിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ആത്മീകമായി വളരാത്തത്. When you start taking the word of God as more serious than a legal document that involves money, there'll be tremendous spiritual growth in you. പണ ചിലവുള്ള ഒരു ലീഗൽ പ്രമാണത്തെക്കാട്ടിലും നിങ്ങൾ ആത്മീക കാര്യങ്ങൾക്ക് വിലമതിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ആത്മീക പുരോഗതി ഉണ്ടാകും. When you read his word, നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ, when you sing the songs, നിങ്ങൾ പാട്ടുകൾ പാടുമ്പോൾ, God is watching to see how seriously you take the words you read and sing. നിങ്ങൾ വായിക്കുകയും പാടുകയും ചെയ്യുന്ന ഈ വാക്കുകൾ നിങ്ങൾ എത്ര ഗൗരവപൂർവ്വം എടുക്കുന്നു എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. And if he sees you don't even care for it, you care more for a legal document, നിങ്ങൾ അതിനെ ശ്രദ്ധ ചെലുത്തുന്നില്ല, നിങ്ങൾ ഒരു പ്രമാണത്തിനാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതെന്ന് ദൈവം കാണുകയാണെങ്കിൽ, you think God will meet with you?
ദൈവം നിങ്ങളെ സന്ധിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ? Never. ഒരിക്കലുമില്ല. Because he sees you don't take him seriously. ദൈവിക കാര്യങ്ങൾ ദൈവത്തെ നിങ്ങൾ ഗൗരവമായി എടുക്കുന്നില്ല എന്നത്. He is a rewarder of those who diligently seek him. പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവരാണ് അവനെ കണ്ടെത്തുക. Why is it other believers who have known the Lord for less time than you have gone ahead of you spiritually? നിന്നെ കാട്ടിലും കുറച്ച് വർഷങ്ങൾ മാത്രം കർത്താവിനെ അറിഞ്ഞ ആളുകൾ എന്തുകൊണ്ടാണ് ആത്മീയമായി അവർ മുമ്പോട്ട് പോയത്? Because they have taken things seriously. കാരണം അവർ ജീവിതത്തിൽ ആത്മീയ കാര്യങ്ങളെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്. I think of some brothers who have come to CFC Bangalore. CFC ബാംഗ്ലൂരിൽ വന്ന ചില ആളുകളെ എനിക്ക് ഓർമ്മയുണ്ട്. In 3-4 years those young brothers have gone ahead of at least 100 older brothers in CFC. 3-4 വർഷം കൊണ്ട് ആ ചെറുപ്പക്കാരായ ചിലർ CFCയിലുള്ള നൂറുകണക്കിന് പ്രായമുള്ള ആളുകളെക്കാട്ടിലും അവർ മുമ്പോട്ട് പോയി കഴിഞ്ഞു. I believe the reason is they have taken God's word seriously. ദൈവവചനം അവർ ഗൗരവമായി എടുത്തതുകൊണ്ടാണ് അപ്രകാരം സംഭവിച്ചത്. God is more important to them than money. പണത്തിനെക്കാട്ടിലും ദൈവം അവർക്ക് പ്രധാനപ്പെട്ടതാണ്. And God always honors that. ദൈവം എപ്പോഴും അതിനെ മാനിക്കും. If you're not making spiritual progress in your life, you need to stop and think why. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആത്മീക പുരോഗതി വരുത്തുന്നില്ല എങ്കിൽ നിങ്ങൾ നിന്ന് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. We have to be saved by his life from the power of sin. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നാം സ്വതന്ത്രരാകുന്നത് അവന്റെ ജീവനാലാണ്. We are saved by the blood of Christ from the penalty of sin. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമുക്കുള്ള സ്വാതന്ത്ര്യം അവന്റെ രക്തത്താലാണ്. It's all written in the scriptures. ഇതെല്ലാം ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. But because some person wrote a song, we assume it must be right. എന്നാൽ ഒരു വ്യക്തി ഒരു പാട്ട് എഴുതിയതുകൊണ്ട് നാം ചിന്തിക്കുന്നു അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കും. There are a lot of wrong things in many songs and I never sing them. പല പാട്ടുകളിലും പല തെറ്റായ കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള പാട്ടുകൾ ഞാൻ പാടാറില്ല. For example, in English there is a song called Guide Me, O Thou Great Jehovah. വലിയവനായ യഹോവേ എന്നെ അങ്ങ് നയിക്കണമേ എന്ന് ഇംഗ്ലീഷിൽ ഒരു പാട്ടുണ്ട്. Pilgrim through this barren land. ഈ മരുഭൂ യാത്രയിൽ അങ്ങ് എന്നെ നയിക്കണമേ. I don't know whether it's in Malayalam also. മലയാളത്തിൽ അതുണ്ടോ എന്ന് എനിക്കറിയില്ല. But I never sing that. ഞാൻ ആ പാട്ട് പാടാറില്ല. Because he's not Jehovah to me. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടുന്ന് യഹോവയല്ല. He's my father. അവൻ എൻ്റെ പിതാവാണ്. So I say, guide me, O my great father. എന്നെ നയിക്കണമേ എൻ്റെ നല്ലവനായ പിതാവേ എന്നാണ് ഞാൻ പാടാറ്. But I see so many believers singing, guide me, O thou great Jehovah. എന്നാൽ യഹോവേ എന്നെ നയിക്കണമേ എന്ന് അനേക വിശ്വാസികൾ പാടുന്നത് ഞാൻ കാണാറുണ്ട്. Show me one verse in the New Testament where God is called Jehovah. ദൈവത്തെ യഹോവ എന്ന് വിളിക്കുന്ന ഏതെങ്കിലും ഒരു വാക്യം നിങ്ങൾക്ക് പുതിയ നിയമത്തിൽ കാണിക്കാൻ പറ്റുമോ? അത് പഴയ നിയമത്തിലാണ്. And I've learned something from that. അതിൽ നിന്ന് ഞാൻ ഒരു കാര്യം പഠിച്ചു. 90% of born again believers, even in Pentecostal churches, are living in the old covenant. പെന്തക്കോസ്ത് സഭയിൽ പോലുമുള്ള 90% വിശ്വാസികളും അവർ പഴയ നിയമത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. They talk to Jehovah, they pay the tithe. It's all old covenant. അവര് യഹോവയോട് സംസാരിക്കുന്നു, അവര് ദശാംശം കൊടുക്കുന്നു. ഇതെല്ലാം പഴയ നിയമം. Pastor is like a Levite. അവിടുത്തെ പാസ്റ്റർ ഒരു ലേവ്യനെ പോലെ. How do you think God sees all this? ഇതെല്ലാം ദൈവം എങ്ങനെയാണ് കാണുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. When God sees that Jesus died to destroy the old covenant and you still resurrect the old covenant, how will God see it? യേശുക്രിസ്തു മരിച്ചത് ഈ പഴയ നിയമത്തെ നശിപ്പിക്കുവാനാണ്. എന്നാൽ നിങ്ങൾ വീണ്ടും ആ പഴയ നിയമത്തെ ജീവിപ്പിച്ചു വരുമ്പോൾ ദൈവം അതിനെ എങ്ങനെ കാണും? I hope in CFC we will be a little more careful. CFC സഭകളിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Reading carefully. നിങ്ങൾ ദൈവവചനം ശ്രദ്ധയോടെ വായിക്കണം. See this verse. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. Galatians 2:14. ഗലാത്യർ 2:14. If I rebuild what was once destroyed, I prove myself to be a transgressor. Galatians 2:14. Our chapter 2 verse 14. അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും chapter 2 this is Malayalam. Oh, that's Malayalam. Yeah. Sorry. 14 is is it Galatians? Yes. If I rebuild, oh sorry, my mistake. Very often when I think it is somebody else's mistake, it's mine. It's Galatians 2:18, sorry. ഇത് ഗലാത്യർ 2:18 That's a lesson for me. My
vision is not so good nowadays. Galatians 2:18. ഗലാത്യർ 2:18 ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് എന്നെ തന്നെ തെളിയിക്കും. So if I rebuild what is once destroyed, I am a transgressor. ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ ആകും. Jesus destroyed many things on the cross. യേശുക്രിസ്തു പല കാര്യങ്ങൾ കുരിശിൽ പൊളിച്ചു കളഞ്ഞു. He destroyed the Sabbath. ശബത്തിനെ കുരിശിൽ പൊളിച്ചു. The Seventh-day Adventists still keep it. എന്നാൽ ഇന്ന് സെവൻത് ഡേ ആളുകൾ ഇന്നും അത് finished with the law as a way of salvation. രക്ഷയുടെ മാർഗമായി ന്യായപ്രമാണം എന്നതിനെ അവൻ പൊളിച്ചു കളഞ്ഞു. He finished with tithing and finished with the old covenant completely. ദശാംശം കൊടുക്കുന്നതും അപ്രകാരമുള്ള പഴയ നിയമ കാര്യങ്ങളെല്ലാം അവൻ പൊളിച്ചു കളഞ്ഞു. In the resurrection he started a new covenant. ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ പുതിയ ഉടമ്പടി ആരംഭിക്കുകയായിരുന്നു. Don't rebuild what Jesus destroyed. യേശുക്രിസ്തു പൊളിച്ചത് നിങ്ങൾ വീണ്ടും പണിയരുത്. Another thing Jesus destroyed is on the cross, Ephesians 2. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ is the distinction between different groups of people in the world. ഈ ലോകത്തിലുള്ള പല ആളുകളും തമ്മിലുള്ള വ്യത്യാസം ആണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. Ephesians 2:14. എഫേസ്യ 2:14. He broke down the dividing wall between the different groups. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം അവൻ ഇടിച്ചു കളഞ്ഞു. വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. If you again make distinction between believers, you're rebuilding the wall which Jesus broke down. വിശ്വാസികൾ തമ്മിൽ നിങ്ങൾ വീണ്ടും ഒരു വ്യത്യാസം നിങ്ങൾ സൂക്ഷിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തു ഇടിച്ചു കളഞ്ഞ നടുച്ചുവർ നിങ്ങൾ വീണ്ടും പണിയുകയാണ്. If you can fellowship only with people of your own social level and not people of another social level. നിങ്ങളുടെ സാമൂഹ്യ പശ്ചാത്തലത്തിലുള്ളവരോട് മാത്രമാണ് നിങ്ങൾക്ക് കൂട്ടായ്മ ആചരിക്കുവാൻ കഴിയുന്നത്. മറ്റാരോടും മറ്റ് തലത്തിലുള്ളവരോട് നിങ്ങൾക്ക് കഴിയുന്നില്ല. You can't enjoy equally good fellowship with someone from a very low social level. നിങ്ങൾക്ക് അതുപോലെ തന്നെ താണ തലത്തിലുള്ള ഒരു വ്യക്തിയോടും ഒരുപോലെ സമാനമായ രീതിയിൽ കൂട്ടായ്മ ആചരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ വേർപാടിനെ നടിച്ചുവർ നിങ്ങൾ പണിയുകയാണ്. I don't mean in an outward condescending way like a rich benefactor. I mean genuine fellowship. ബാഹ്യമായി നിങ്ങൾ ഏതോ ഒരു ഉയർന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് താഴെ നിൽക്കുന്ന ആളുകളോട് പോയി സൗമ്യമായി സംസാരിക്കുന്നത് പോലെയല്ല, ഒരു ദാതാവിനെ പോലെയല്ല. Genuine fellowship as an equal. എന്നാൽ അവരുടെ സമാനമായി അവരുടെ തലത്തിൽ നിന്നുകൊണ്ട് അവരോടൊപ്പമുള്ള യഥാർത്ഥ കൂട്ടായ്മ. If we can't do that, we are rebuilding what Jesus destroyed. നമുക്കത് ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ യേശുക്രിസ്തു പൊളിച്ചതിനെ നാം വീണ്ടും പണിയുകയാണ്. If you can't fellowship with Tamilians and Telugus and North Indians and Anglo-Indians who are believers equally, something's wrong with you. തമിഴ് നാട്ടിലുള്ള ആളുകൾ, ആന്ധ്രയിലുള്ള ആളുകൾ, ആംഗ്ലോ ഇന്ത്യൻ ആളുകൾ, കർണാടക ആളുകൾ, എല്ലാവരോടും നിങ്ങൾക്ക് സമാന രീതിയിൽ ഒരുപോലെ കൂട്ടായ്മ ആചരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്തോ കുറവുണ്ട്. If there's a language problem, I can understand. അത് ഭാഷയുടെ പ്രശ്നമാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. I'm not saying that you should marry across cultures and castes. That's not my teaching. നിങ്ങൾ പലതരത്തിലുള്ള സംസ്കാരങ്ങളിൽ ഉള്ള വ്യക്തികളോ അല്ലെങ്കിൽ പല ജാതികളിലുള്ള ആളുകളെയോ നിങ്ങൾ അവരെ എല്ലാം വിവാഹം കഴിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. I'm talking about fellowship as believers. ഞാൻ വിശ്വാസികൾ എന്ന നിലയിലുള്ള കൂട്ടായ്മയെ കുറിച്ചാണ് പറയുന്നത്. So in the life of Jesus many things are destroyed. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾ So when it says saved by his life, അവന്റെ ജീവനാൽ രക്ഷിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ that's how we are kept from sin. അതിലൂടെയാണ് നാം പാപത്തിൽ നിന്ന് സൂക്ഷിക്കപ്പെടുന്നത്. See, when it says in Romans 8:2, the law of the Spirit of life in Christ Jesus has set me free from the law of sin and death. റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. The law of Moses was 10 commandments. മോശയുടെ ന്യായപ്രമാണം 10 കൽപ്പനകളായിരുന്നു. The law of the Spirit is not the Sermon on the Mount. എന്നാൽ ആത്മാവിന്റെ പ്രമാണം എന്ന് പറയുന്നത് പർവ്വത പ്രസംഗമല്ല. Jesus did not replace the 10 commandments with the Sermon on the Mount. യേശുക്രിസ്തു ന്യായപ്രമാണത്തെ മാറ്റി 10 കൽപ്പനകളെ മാറ്റി അതിനു പകരം പർവ്വത പ്രസംഗത്തെ കൊടുക്കുകയല്ല ചെയ്തത്. Listen. നിങ്ങൾ ശ്രദ്ധിക്കുക. He replaced the 10 commandments with the Holy Spirit. അവൻ 10 കൽപ്പനകൾക്ക് പകരം നൽകിയത് പരിശുദ്ധാത്മാവിനെയാണ്.
Moses went to the mountain and brought 10 commandments. മോശ മലയിലേക്ക് കയറി 10 കൽപ്പനകളുമായി ഇറങ്ങി വന്നു. Jesus went to heaven and sent the Holy Spirit. യേശുക്രിസ്തു സ്വർഗ്ഗത്തിലേക്ക് കയറി പരിശുദ്ധാത്മാവിനെ. So the law of Moses was 10 commandments. മോശയുടെ ന്യായപ്രമാണം 10 കൽപ്പനകളായിരുന്നു. But the law of the Spirit, Romans 8:2, is life in Christ Jesus. എന്നാൽ ആത്മാവിന്റെ പ്രമാണം ക്രിസ്തുയേശുവിലുള്ള ജീവനാണ്. That is how we overcome. അങ്ങനെയാണ് നാം It is ജയാളികളാകുന്നത്. not by me struggling on my own. എൻ്റെ സ്വന്തം ശക്തി കൊണ്ടുള്ള പരിശ്രമത്തിലൂടെ അല്ല ഞാൻ ജയാളിയാകുന്നത്. All of you who are struggling to overcome sin on your own, you are under the law. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് പാപത്തെ ജയിക്കുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്. To be under the law doesn't mean you're an Israelite following Moses. ന്യായപ്രമാണത്തിന്റെ കീഴിലായിരിക്കുക എന്നതിന്റെ അർത്ഥം നിങ്ങൾ മോശയെ പിൻപറ്റുന്ന ഒരു ഇസ്രായേൽക്കാരനാണ് എന്നല്ല. To be under the law means you're struggling in your own strength to keep God's commandments. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുവാനായി പാലിക്കുവാനായി നിങ്ങൾ സ്വന്തം ശക്തിയിൽ ഊന്നി പരിശ്രമിക്കുന്നു എന്നത് തന്നെ നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിലാണെന്ന് കാണിക്കുന്നു. It's very കാണിക്കുന്നു. good you're trying to keep God's commandments. ദൈവത്തിന്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കുവാൻ ശ്രമിക്കുന്നത് നല്ലത് But തന്നെ. as long as you're struggling in your own strength, you are under the law. എന്നാൽ നിങ്ങളുടെ സ്വന്തം ശക്തിയിലാണ് നിങ്ങൾ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്. That is why you are defeated. അതുകൊണ്ടാണ് നിങ്ങൾ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. And that was the last lesson that Jesus taught his disciples before he ascended with a miracle. യേശുക്രിസ്തു സ്വർഗ്ഗത്തിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാരെ ഏറ്റവും അവസാനം പഠിപ്പിച്ചത് അതാണ്. With a miracle. ഒരു അത്ഭുതത്തോടു കൂടെ. And that was in John 21. യോഹന്നാൻ 21-ാം അധ്യായം. Where the disciples went fishing. ശിഷ്യന്മാർ അവിടെ മീൻ പിടിക്കാൻ പോയി. And they were expert fishermen. അവർ വളരെ നല്ല മുക്കുവന്മാരായിരുന്നു. And we read there they tried all night to catch fish and they did not catch fish. അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചു, പക്ഷേ അവർക്ക് മീൻ കിട്ടിയില്ല. That's a picture of life under the law. ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള ജീവിതത്തിന്റെ ഒരു ചിത്രം. No matter how much you try, you cannot overcome sin. നിങ്ങൾ എത്രയധികം ശ്രമിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് പാപത്തെ ജയിക്കുവാൻ കഴിയില്ല. You may be able to overcome one or two sins with a little yoga type of exercise. ഒരുപക്ഷേ നിങ്ങൾ യോഗ പോലെയുള്ള ചില ആസനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒന്നോ രണ്ടോ ചില പാപങ്ങളെ ജയിച്ചു എന്ന് വരാം. But basically your boat will be empty even if you toil all night. എന്നാൽ രാത്രി മുഴുവനും നിങ്ങൾ അധ്വാനിച്ചാലും നിങ്ങളുടെ ബോട്ട് കാലിയായിരിക്കും. That is a perfect picture of law. ന്യായപ്രമാണത്തിന്റെ ശരിയായ ഒരു ചിത്രമാണ്. They thought they were expert fishermen. അവർ ചിന്തിച്ചത് ഞങ്ങൾ നല്ല സമർത്ഥരായ മുക്കുവന്മാരാണ്. We hear about victory over sin in the church and we say, yeah, I can do it. നാം ജയകരമായ ജീവിതത്തെക്കുറിച്ച് സഭയിൽ കേട്ട ശേഷം അതെ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നവരാണ് പലരും. And we try. നാം ശ്രമിക്കുന്നു. And we fail. നാം പരാജയപ്പെടുന്നു. And we try again. വീണ്ടും ശ്രമിക്കുന്നു. And we fail. വീണ്ടും പരാജയപ്പെടുന്നു. I tried for many years and I constantly failed. ഞാൻ അനേക വർഷങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. As a believer, ഒരു വിശ്വാസി എന്ന നിലയിൽ പക്ഷേ constantly defeated. തുടർമാനമായി പരാജയപ്പെട്ടു. Till Jesus met with me. യേശു ക്രിസ്തു എന്നെ സന്ദർശിച്ചതു വരെ. And then Jesus filled the boat in a moment. അതിനെ തുടർന്ന് ഒരു നിമിഷം കൊണ്ട് എൻ്റെ പടക് യേശു ക്രിസ്തു നിറച്ചു. Peter had never seen so many fish in his life in one catch. ഒറ്റ വലവീശലിൽ ഇത്രയധികം മീനിനെ പത്രോസിന്റെ ജീവിതത്തിൽ ഇതുവരെ അവൻ കണ്ടിട്ടില്ലായിരുന്നു. That expression in Ephesians 3 which says he's able to do exceeding abundantly above all that we ask or even think. എഫെസ്യയിലെ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നല്ലോ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും എത്രയോ അധികമായി ചെയ്യുവാൻ കഴിയുന്നവന് എന്ന പ്രയോഗം. So that is how Jesus saves us from sin. അങ്ങനെയാണ് യേശു ക്രിസ്തു നമ്മെ പാപത്തിൽ നിന്ന് keeps us from falling. നമ്മെ വീഴാതെ സൂക്ഷിക്കുന്നത്. In the early days when I got victory over sin, I used to say I got victory over sin. എൻ്റെ ആരംഭ കാലഘട്ടത്തിൽ എനിക്ക് ഏതെങ്കിലും പാപത്തിന്റെ മേൽ ജയം ലഭിച്ചാൽ എനിക്ക് പാപത്തിന്റെ മേൽ ജയം ലഭിച്ചു എന്ന് ഞാൻ പറയുമായിരുന്നു. And the Lord said, don't say that. ദൈവം എന്നോട് പറഞ്ഞു, നീ അങ്ങനെ പറയരുത്. Say Jesus keeps me from falling. നീ പറയുക, യേശു എന്നെ വീഴാതെ സൂക്ഷിക്കുന്നു. There's a lot of difference between saying I got victory over sin. എനിക്ക് പാപത്തിന്റെ മേൽ ജയമുണ്ട് എന്ന് പറയുന്നതും യേശു ക്രിസ്തു എന്നെ പാപത്തിൽ വീഴാതെ സൂക്ഷിച്ചു എന്ന് പറയുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. Here is how the law of gravity pulls this thing down. ഭൂഗുരുത്വാകർഷണം ഈ പെന്നിനെ താഴോട്ട് വലിക്കുന്നത് ഇങ്ങനെയാണ്. This is how sin pulls us down. ഇങ്ങനെയാണ് പാപം നമ്മെ താഴേക്ക് വലിക്കുന്നത്. You go to any place in the world, it falls down.
നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ആണെങ്കിലും ചെല്ലുക, അത് താഴേക്ക് വീഴും. There is a law of sin in you, always pulling you down. നിങ്ങളിലുള്ള പാപത്തിന്റെ പ്രമാണം നിങ്ങളെ എപ്പോഴും താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നു. You can't overcome it. നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയുകയില്ല. This pen does not have the ability to overcome the law of gravity. ന്യായപ്രമാണ ഭൂഗുരുത്വാകർഷണത്തിന്റെ ശക്തിയെ ജയിക്കുവാൻ ഈ പെന്നിന് സ്വയമായി ശക്തിയില്ല. And if the pen had a mind, it would know that's true. I can't overcome it. ഈ പെന്നിന് ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ജയിക്കുവാൻ കഴിയില്ല എന്നും പെന്നിന് മനസ്സിലാകും. And you must recognize you cannot overcome the law of sin. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് പാപത്തിന്റെ ശക്തിയെ ജയിക്കുവാൻ കഴിയുകയില്ല. But my life can make this pen overcome the law of gravity. എന്നാൽ എൻ്റെ ജീവൻ, ആ ജീവന് ഈ പെൻ ഭൂഗുരുത്വാകർഷണ ശക്തിയെ ജയിച്ച് ഇങ്ങനെ നിൽക്കുവാനായിട്ട് അതിനെ നിർത്തുവാൻ കഴിയും. The law of gravity is pulling pretty strong here. ഇവിടെ ഇതാ ഈ ഭൂഗുരുത്വാകർഷണ ശക്തി ഈ പെന്നിനെ ശക്തിയായി താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു. It would like to pull it down. അത് ഈ പെന്നിനെ താഴേക്ക് വലിച്ച് താഴേക്ക് ഇടുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് താല്പര്യമുണ്ട്. It's being overcome. എന്നാൽ ആ ഭൂഗുരുത്വാകർഷണീയ ശക്തിയെ ജയിച്ച് ഈ Not by the pen. അത് പെന്നിന്റെ ശക്തി കൊണ്ടല്ല, Another life. ഇത് മറ്റൊരു ജീവൻ ആണ് ഇതിനെ താങ്ങുന്നത്. That's what it says here in Romans 8:2. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അതാണ് ഇവിടെ. The life of Jesus Christ has set me free from the law of sin. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. So I hope you'll never forget this picture. ഈ ചിത്രം നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. If you think by your struggling a few more years you'll overcome, you can struggle another 50 years, you'll be wasting your time. കുറച്ച് വർഷങ്ങൾ കൂടെ ഞാൻ അധ്വാനിക്കുന്നത് കൊണ്ട്, ഞാൻ പരിശ്രമിക്കുന്നത് കൊണ്ട് എനിക്ക് ജയിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അടുത്ത 50 വർഷം നിങ്ങൾ അധ്വാനിച്ചാലും നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയുകയില്ല. Seek to be filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. But that's not enough. അത് മാത്രം പോരാ. You also need to walk the way of the cross. ക്രൂശിന്റെ മാർഗത്തിലൂടെ നിങ്ങൾ നടക്കുകയും ചെയ്യും. The Holy Spirit leads us along the way of the cross. ക്രൂശിന്റെ മാർഗത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. That's how we come to a really godly life. അങ്ങനെയാണ് നാം യഥാർത്ഥത്തിലുള്ള ഒരു ദൈവഭക്തിയുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. You know, wherever the Holy Spirit has been outpoured, it's always a move of God that can affect thousands of people. പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന ഇടങ്ങളിൽ അവിടെ ആയിരക്കണക്കിന് ആളുകളെ സ്വാധീനിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയും വെളിപ്പെട്ടു വരും. I've heard of the outpourings of the Holy Spirit in Wales. വെയിൽസിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. Early 1900s. 1900-ന്റെ ആരംഭങ്ങളിൽ in ലോസ് ആഞ്ചലസിൽ, in near Pune, the Ramabai Mukti Mission. രാമഭായി മുക്തി മിഷന്റെ പൂനെയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവിടെയുള്ള പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ Kerala in the 1920s. 1920-കളിൽ കേരളയിൽ. And wherever it happened, the devil knew this is going to be a tremendous power that is going to bring people to Christ and build the church. ക്രിസ്തുവിലേക്ക് ആളുകളെ നയിച്ച് സഭ പണിയപ്പെടുന്ന ഒരു ശക്തിയായി പരിശുദ്ധാത്മാവ് ഇവിടെ വ്യാപരിക്കുന്നു എന്ന് പിശാച് തിരിച്ചറിഞ്ഞു. I believe that when the Pentecostal movement started in Kerala in the 1920s, it was a very powerful force that would have shaken the whole of India. ഇന്ത്യയെ മുഴുവൻ കുലുക്കുന്ന, ഇന്ത്യയെ മുഴുവൻ ഇളക്കി മറിക്കുന്ന ഒരു ശക്തിയായി 1920-കളിൽ കേരളത്തിൽ ആരംഭിച്ച പെന്തക്കോസ് മൂവ്മെന്റ്, മുന്നേറ്റം, അതിന് കഴിയുമായിരുന്നു. Some of those early preachers were persecuted, beaten, they were poor. ആരംഭത്തിലുണ്ടായിരുന്ന ആ ദൈവഭക്തരായ പ്രസംഗകർ, അവരെ ആളുകൾ ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു, അവരെ അടിച്ചു. Just like the early apostles. ആദ്യകാല അപ്പോസ്തലന്മാരെ പോലെ. But they were powerful. അവർ ശക്തരായി നിലകൊണ്ടു. And the devil watched it. പിശാച് അത് നോക്കിക്കൊണ്ടിരുന്നു. And the devil said, this movement will shake all of India. ഇന്ത്യയെ മുഴുവൻ ഈ മുന്നേറ്റം ഇളക്കി മറിക്കും. So let me corrupt it. അതുകൊണ്ട് ഈ മുന്നേറ്റത്തെ എങ്ങനെയെങ്കിലും വിഷലിപ്തമാക്കി മാറ്റട്ടെ. It wasn't easy to corrupt them with women because Indian culture is a little more strict on those things. സ്ത്രീകളെ കൊണ്ട് അവരെ മലിനപ്പെടുത്തുന്നത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇന്ത്യൻ സംസ്കാരത്തിൽ തന്നെ അതിന് ചില പ്രൊട്ടക്ഷൻസ് ഉണ്ടായിരുന്നു. That type of corruption is more prevalent today. ഇന്ന് അങ്ങനെയുള്ള
മലിനതകൾ നാം കൂടുതലായിട്ട് കാണുന്നു. But the devil said, I can corrupt them with money. എന്നാൽ പണം കൊണ്ട് എനിക്ക് അവരെ മലിനമാക്കുവാൻ കഴിയും എന്ന് പിശാച് പറഞ്ഞു. So he sent their leaders to Sweden. അതുകൊണ്ട് അന്നത്തെ പെന്തക്കോസ് നേതാക്കന്മാരെ സ്വീഡനിലേക്ക് പറഞ്ഞയച്ചു. Not to preach the gospel, but to collect money. അവിടെ പോയി സുവിശേഷം പറയുവാനല്ല അവരെ പറഞ്ഞയച്ചത്, അവിടെ നിന്ന് പണം സ്വരൂപിക്കുവാൻ, പണം കളക്ട് ചെയ്യുവാനായിട്ടാണ് അവരെ പറഞ്ഞയച്ചത്. And there were godly Pentecostal leaders there who did not have wisdom how to help people in India. ഇന്ത്യയിലുള്ള ആളുകളെ എങ്ങനെ സഹായിക്കണമെന്ന് ജ്ഞാനത്തോടുകൂടെ ചെയ്യാൻ അറിയത്തില്ലാത്ത പെന്തക്കോസ് നേതാക്കന്മാർ സ്വീഡനിലുണ്ടായിരുന്നു. As I've seen missionary work in India in the last 100 years, it is money that has destroyed God's work. കഴിഞ്ഞ 100 വർഷങ്ങളിൽ ഇന്ത്യയിൽ നടന്ന മിഷണറി പ്രവർത്തനത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ മിഷണറി പ്രവർത്തനത്തെ നശിപ്പിച്ചത് പണമാണ് എന്ന് കണ്ടെത്തുവാൻ കഴിയും. So they went and they came back. അവര് സ്വീഡനിൽ പോയി തിരിച്ചു വന്നു. And then one of them bought a car. തിരിച്ചു വന്നതിൽ ഒരാൾ ഒരു കാറ് മേടിച്ചു. Now a car in 1920, only extremely wealthy people could have a car. 1920-ൽ വളരെ വളരെ ധനവാന്മാരായ ആളുകൾക്ക് മാത്രമേ കാർ ഉണ്ടായിരുന്നുള്ളൂ. But this Pentecostal pastor had a car. ഈ പെന്തക്കോസ്റ്റൽ പാസ്റ്ററിന് ഒരു കാർ ഉണ്ടായിരുന്നു. So the other fellow thought, how did he get a car and I didn't get it? മറ്റേ ആൾ ചിന്തിച്ചു, അദ്ദേഹത്തിന് എങ്ങനെ കാർ കിട്ടി, എനിക്കില്ലല്ലോ. The division. അതിനിടയിൽ ഒരു വേർപിരിവുണ്ടായി, വിള്ളലുണ്ടായി. Who won? ആരാ ജയിച്ചത്? The devil. പിശാച് ജയിച്ചു. And the work that God wanted to do was quenched right there. അവിടെ തന്നെ ദൈവം ചെയ്യുവാൻ ആരംഭിച്ച പ്രവൃത്തിയെ അത് കെട്ട് അണഞ്ഞുപോയി. Not with sin. പാപത്തിൻ മൂലമല്ല, with the love of money. എന്നാൽ പണസ്നേഹം മൂലം. With the love of living luxuriously. With a lot of comfort and all. സുഖസൗകര്യങ്ങളോടെ ജീവിക്കുവാനുള്ള ആഗ്രഹത്തിലൂടെ. When I was 23 years old, എനിക്ക് 23 വയസ്സുള്ള സമയത്ത് I met and fellowshiped with one I believed was the most godly man I have ever met in India. ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ദൈവഭക്തനായ മനുഷ്യൻ എന്ന് ഞാൻ മനസ്സിലാക്കിയ വ്യക്തിയോടൊപ്പം ഞാൻ 23 വയസ്സുള്ളപ്പോൾ പോയി കൂട്ടായ്മ ആചരിച്ചു. His name was Brother Bhakt Singh. അദ്ദേഹത്തിന്റെ പേര് സഹോദരൻ ഭക്ത് സിംഗ് എന്നാണ്. He was converted just like Sadhu Sundar Singh. In the year that Sadhu Sundar Singh died, he was converted. സാധു സുന്ദർ സിംഗ് മരിച്ച ആ വർഷം ഏകദേശം അതുപോലെയാണ് ഈ ഭക്ത് സിംഗും കർത്താവിലേക്ക് കടന്നു വന്നത്. He was a much older man than me. എന്നെക്കാട്ടിലും വളരെയധികം പ്രായ കൂടുതലുള്ള ഒരു മനുഷ്യൻ. 36 years older. 36 വയസ്സ് എന്നെക്കാട്ടിലും പ്രായ കൂടുതലുള്ള മനുഷ്യൻ. But he loved me very much. എന്നാൽ അദ്ദേഹത്തിന് എന്നോട് വളരെ സ്നേഹമുണ്ടായിരുന്നു. Because when I was a little baby, 2 months old. ഞാൻ 2 വയസ്സുള്ള ഒരു കുഞ്ഞായിരുന്നു. 2 months. ഞാൻ 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞായിരുന്നപ്പോൾ my father brought Bhakt Singh to the house and asked him to dedicate me. ഭക്ത് സിംഗിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞു, എന്നെ സമർപ്പിക്കുവാനായിട്ട്. So Brother Bhakt Singh laid his hands on my head as a little baby. ഞാൻ അങ്ങനെ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ തലയിൽ ഭക്ത് സിംഗ് കൈവച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, please let this little boy grow up to be your servant. ദൈവമേ, ഈ കുഞ്ഞ് വളർന്ന് അങ്ങയുടെ ഒരു ദാസനായി വളർന്നു വരുവാൻ അങ്ങ് സഹായിക്കണമേ. At 23 years later, I connected with him. 23 വർഷങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടി. And we were very close. ഞങ്ങൾ വളരെ അടുത്ത്. He almost training me like a Timothy to work with him. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുവാനായിട്ട് ഒരു തിമോത്തിയുവിനെ പരിശീലിപ്പിക്കുന്നത് പോലെ അദ്ദേഹം എന്നെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നു. But a lot of his other co-workers were very jealous of my ministry and gradually I got pushed out. എന്നാൽ അദ്ദേഹത്തിൻ്റെ പല സഹപ്രവർത്തകർക്കും എന്നോട് വളരെ അസൂയയായിരുന്നു. എന്നെ ക്രമേണ അവർ പുറത്താക്കി. But I got nothing against them. എന്നാൽ എനിക്ക് അവരോട് ഒരു വിരോധവുമില്ല. Because they pushed me out, we started CFC. അവർ എന്നെ പുറത്താക്കിയത് കൊണ്ടാണ് ഞങ്ങൾ CFC തുടങ്ങിയത്. So that was good. അത് നല്ലതിനായി മാറി. But one of the things Brother Bhakt Singh told me as a young man. എന്നാൽ ചെറുപ്പക്കാരനായിരിക്കെ ഭക്ത് സിംഗ് എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്. He said, I give you 3 bits of advice. അവൻ എനിക്ക് 3 ഉപദേശങ്ങൾ നൽകി. In your entire life, never make your financial needs known to anybody in the world. നിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ നിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നീ ഈ ഭൂമിയിൽ ആരോടും അറിയിക്കരുത്. Only tell your Father in heaven. സ്വർഗ്ഗത്തിലുള്ള പിതാവിനോട് മാത്രം അറിയിക്കുക.
I left the Navy 50 years ago and I followed that advice. 50 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ നേവി വിട്ടു. ഞാൻ ആ ഉപദേശം എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പാലിച്ചിട്ടുണ്ട്. Secondly, he said, live very simply. Don't buy unnecessary things, luxurious stuff. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു, വളരെ ലളിതമായി ജീവിക്കുക. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങി കൂട്ടി പണം വെറുതെ ചെലവഴിക്കരുത്. That also I have followed for 50 years. കഴിഞ്ഞ 50 വർഷങ്ങളായി അതും ഞാൻ പാലിക്കുന്നു. God gave me a wife who had the same spirit. ഈ അതേ ആത്മാവ് തന്നെയുള്ള ഒരു ഭാര്യയും ദൈവം എനിക്ക് നൽകി. We learned to live very, very simply in our house. വളരെ ലളിതമായി ഞങ്ങളുടെ വീട്ടിൽ ജീവിക്കുവാൻ ഞങ്ങൾ അഭ്യസിച്ചു. Simple food, simple needs. ലളിതമായ ഭക്ഷണം, ലളിതമായ ആവശ്യങ്ങൾ. I rode a scooter for 43 years in this country. 43 വർഷക്കാലം ഞാൻ ഈ രാജ്യത്ത് ഒരു സ്കൂട്ടറാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. It was okay. I used to take my 3 children to the school on a scooter. ഞാൻ എൻ്റെ 3 മക്കളെയും സ്കൂളിൽ കൊണ്ടുപോയത് സ്കൂട്ടറിലാണ്. And the third thing he said was, മൂന്നാമതായി അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതാണ്, if somebody attacks you, ആരെങ്കിലും നിന്നെ, I mean with words and criticisms, വാക്കുകൾ കൊണ്ടോ നിന്നെ കുറ്റപ്പെടുത്തുകയോ നിന്നെ ആ രീതിയിൽ ആക്രമിക്കുകയോ ചെയ്താൽ, just keep quiet and never reply. നീ ശാന്തമായിരിക്കുക, മിണ്ടാതിരിക്കുക, മറുപടി പറയാതിരിക്കുക. Those are the 3 best bits of advice anybody could give me. എനിക്ക് അദ്ദേഹം നൽകിയ 3 ഉപദേശങ്ങൾ ഇതൊക്കെയാണ്. And that also I have followed all these 50 years. ഈ 50 വർഷങ്ങളിൽ ഞാൻ ആ ഉപദേശങ്ങളും ഞാൻ പാലിച്ചു. Many people have attacked me. അനേക ആളുകൾ എന്നെ എതിർത്തിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. No weapon formed against me can ever prosper. എന്നാൽ എനിക്കെതിരെ ഉണ്ടായിട്ടുള്ള ഒരു ആയുധവും ഫലിക്കുകയില്ല. And every tongue that rises up against me, God will condemn. എനിക്കെതിരെ ഉയർന്നു വരുന്ന എല്ലാ നാവും ദൈവം ആ നാവിനെ താഴ്ത്തിക്കളയും. I say that for your encouragement. നിങ്ങൾ ഉത്സാഹത്തിനായിട്ട് ഞാനത് പറയട്ടെ. The life of Jesus is a very simple life. യേശുക്രിസ്തുവിന്റെ ജീവിതം അത് ലളിതമായ ജീവിതമാണ്. If you seek to really follow him, നിങ്ങൾ യഥാർത്ഥത്തിൽ യേശുവിനെ പിൻപറ്റുവാൻ you want to ആഗ്രഹിക്കുന്നുവെങ്കിൽ, be filled with the Holy Spirit in order to follow him, നിങ്ങൾക്ക് അവനെ പിൻപറ്റുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ് ആവശ്യമായിരിക്കുന്നത്. God will really fill you with the Holy Spirit. ദൈവം നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കും. If you want to be filled with the Holy Spirit to be a great preacher, you may never be filled with the Holy Spirit. എന്നാൽ ഒരു വലിയ പ്രസംഗകനാകുവാൻ വേണ്ടിയാണ് നിങ്ങൾ പരിശുദ്ധാത്മ നിറവ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്രകാരം സംഭവിക്കണമെന്നില്ല. Why not ask God to fill you with the Holy Spirit so that you can live a simple life? ലളിതമായ ഒരു ജീവിതം ജീവിക്കുവാനുള്ള ശക്തി ലഭിക്കുന്നതിനായി പരിശുദ്ധാത്മ നിറവ് നിങ്ങൾക്ക് എന്തുകൊണ്ട് ചോദിച്ചുകൂടാ? Without any luxuries, സുഖ സൗകര്യങ്ങളില്ലാതെ, and without answering back those who criticize you. നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരോട് തിരിച്ച് ഒരു വാക്കും മറുപടി പറയാതെ ഇരിക്കുവാനുള്ള ശക്തിക്കായി, and to be a servant of people. ആളുകളുടെ ദാസനായിരിക്കുവാനുള്ള ശക്തിക്കായി. That's what the Lord told me. If you are to be my servant, you must be a servant of all people as well. ദൈവം എന്നോട് അപ്രകാരമാണ് പറഞ്ഞത്, നീ ദൈവത്തിന്റെ എൻ്റെ ദാസനായിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ആളുകളുടെയും ദാസനാകുവാൻ മനസ്സുള്ളവനായിരിക്കണം. That is the life of Jesus. അതാണ് യേശുവിന്റെ ജീവൻ. That is the secret of victory. ജയത്തിന്റെ രഹസ്യം അതാണ്. Saved by the life of Jesus. യേശുവിന്റെ ജീവനാലുള്ള രക്ഷ. So it says in Romans 6, part of this experience, റോമലേഖനം 6-ാം അധ്യായത്തിൽ ഈ അനുഭവത്തിന്റെ ഭാഗങ്ങൾ അവിടെ കാണുന്നു. leads us to being understanding how we were crucified with Christ. നാം എങ്ങനെയാണ് ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടത് എന്ന് നമുക്ക് അവിടെ നിന്ന് കാണുവാൻ കഴിയും. And it says here in verse Romans 6:6, our old man was crucified with him, that the body of sin might be done away with, that we should never serve sin anymore. 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. Look at that expression. We should no longer be slaves to sin. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കുവാനായി. If you understand this verse, you will no longer be a slave to sin. നിങ്ങൾക്ക് ഈ വാക്യം മനസ്സിലാകുന്നുവെങ്കിൽ നിങ്ങൾ ഇനി പാപത്തിന് അടിമയാവുകയില്ല. That your old man was crucified with Christ. നിങ്ങളുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. And now the resurrection life of Jesus replaces the old man. നിങ്ങളുടെ പഴയ മനുഷ്യനെ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ ഉയിർപ്പിന്റെ ജീവനാണ് നിങ്ങളിൽ വ്യാപരിക്കുന്നത്. You say, how can that be when Jesus died 2000 years ago and I am born only now? യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പാണല്ലോ മരിച്ചത്, ഉയർത്തെഴുന്നേറ്റത്, ഞാൻ ഇപ്പോൾ മാത്രമാണല്ലോ ജനിച്ചത്, അതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ സാധ്യമാകുമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. Ephesians chapter 1 says,
എഫെസ് ലേഖനം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു. Verse 4. എഫെസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. God chose us in Christ before the foundation of the world. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. I was born in 1939. 1939 ഞാൻ ജനിച്ചത്. I was born again in 1959. 1959 ഞാൻ വീണ്ടും ജനിച്ചത്. But God knew me before Genesis 1 verse 1. എന്നാൽ ഉൽപ്പത്തി 1:1 മുൻപേ ദൈവം എന്നെ അറിഞ്ഞു. Before the worlds were created, before the angels were created. ലോകമുണ്ടാക്കുന്നതിന് മുമ്പേ, ദൂതന്മാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം എന്നെ അറിഞ്ഞു. God who knows the future ഭാവി അറിയാവുന്ന ദൈവം knew that in 1939 I would be born. 1939 ഞാൻ ജനിക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. He knew that in 1959 I would give my life to Christ. 1959 ഞാൻ എൻ്റെ ജീവൻ അവനായിട്ട് കൊടുക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. So when did he choose me? അവൻ എപ്പോഴാണ് എന്നെ തിരഞ്ഞെടുത്തത്? Not in 1959. 1959 അല്ല. Not even when I was born. ഞാൻ ജനിച്ച 1939 അല്ല. Before the worlds were created. ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ. Because he knew the future. ഭാവി അവന് അറിയാമാകുന്നതുകൊണ്ട്. That's a great comfort to me. അതെനിക്ക് വളരെ ആശ്വാസമാണ്. To know that I was in God's mind before he created the world. ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഞാൻ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എത്ര ആശ്വാസമാണ്. If you are born again, you were there also. നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളും ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. In God's mind. ദൈവത്തിന്റെ മനസ്സിൽ നിങ്ങൾ ഉണ്ടായിരുന്നു. So as far as God is concerned, I was already there. Zach Poonen was there before the world was created. ദൈവത്തെ സംബന്ധിച്ചോളം സാക് പൂനൻ എന്ന വ്യക്തി ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. Not in a body. എൻ്റെ ശരീരപ്രകാരമല്ല. But in God's mind. എന്നാൽ ദൈവത്തിന്റെ മനസ്സിൽ there was this person called Zach Poonen. സാക് പൂനൻ എന്ന ഈ വ്യക്തി ദൈവത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. Tremendous honor to me to know that. നമുക്കത് അറിയുന്നത് എത്ര വലിയ and so ഉയർന്ന കാര്യമാണ്. It says here he chose me in Christ before the foundation of the world. ക്രിസ്തുവിൽ അവനിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു. So when did he put me in Christ? എപ്പോഴാണ് ക്രിസ്തുവിൽ എന്നെ അവൻ? Not 1959. 1959 അല്ല. Before the foundation of the world. ലോകസ്ഥാപനത്തിന് മുമ്പേ. You ask me when was I in Christ? You ask me when was I in Christ? ഞാൻ എപ്പോഴാണ് ക്രിസ്തുവിൽ ആയിരുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ, before the foundation of the world according to Ephesians 1:4. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം പ്രകാരം ലോകസ്ഥാപനത്തിന് മുമ്പേ ഞാൻ ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. So I was in Christ. ഞാൻ ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. See, if this is me, ഇത് ഞാനാണ് എന്ന് ചിന്തിക്കുക. and this is Christ. ഇത് ക്രിസ്തുവാണ് എന്ന് ചിന്തിക്കുക. I am in Christ. ഞാൻ ക്രിസ്തുവിലാണ്. When? എപ്പോൾ? Before the world was created. ഈ ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ. Many thousands of years later. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം. See, whatever happens to this book now happens to this whatever is inside. ഈ ബുക്കിന് സംഭവിക്കുന്നതെല്ലാം ഇതിനകത്തിരിക്കുന്ന പെന്നിനും സംഭവിക്കുന്നു. If the book is burnt, the pen is burnt. ഈ ബുക്ക് കത്തിച്ചാൽ പെന്നും കത്തിപ്പോവും. If the book is sent in a rocket to the moon, the pen will also go to the moon. ഈ ബുക്ക് ഒരു റോക്കറ്റിൽ ചന്ദ്രനിലേക്ക് വിടുകയാണെങ്കിൽ പെന്നും ചന്ദ്രനിലെത്തും. Because the pen is in the book. കാരണം പെൻ ബുക്കിലാണ്. I am in Christ. ഞാൻ ക്രിസ്തുവിലാണ്. When? എപ്പോൾ? Before the world was created. ലോക സ്ഥാപനത്തിന് മുമ്പേ ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന്. And one day Jesus is crucified on the cross. ഒരു ദിവസം യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. And who was in Christ? ആരായിരുന്നു ക്രിസ്തുവിൽ അപ്പോൾ ഉണ്ടായിരുന്നത്? I was crucified. ഞാൻ ക്രൂശിക്കപ്പെട്ടു. He was buried. അവൻ അടക്കപ്പെട്ടു. Who was buried? ആരായിരുന്നു അടക്കപ്പെട്ടത്? I was buried. ഞാൻ അടക്കപ്പെട്ടു. He rose up. അവൻ ഉയർത്തെഴുന്നേറ്റു. I rose up. ഞാൻ ഉയർത്തെഴുന്നേറ്റു. He went up to heaven. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി. Ephesians 2:6 says, I am seated with him in the heavenly places. ഞാൻ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. This is one of the great truths that will lead you to a life of victory. വിജയകരമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഉന്നതമായ സത്യമാണ് ഇത്. Many of us think of Christ in me. ക്രിസ്തു എന്നിൽ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പലരും ചിന്തിക്കാറുണ്ട്. That is mentioned in Colossians.
കൊലോസ്യ ലേഖനത്തിൽ അത് നാം വായിക്കും. But many believers don't think of me in Christ. ഞാൻ ക്രിസ്തുവിൽ എന്നുള്ളതിനെ കുറിച്ച് പല ക്രിസ്ത്യാനികളും ചിന്തിക്കാറുണ്ട്. Ephesians is full of that. എഫെസ്യ ലേഖനത്തിൽ മുഴുവനും We അതാണ്. need to understand both these truths. ഈ രണ്ട് സത്യങ്ങളും നാം ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. Christ in me is what mostly emphasized. ക്രിസ്തു എന്നിൽ എന്നുള്ള കാര്യത്തിനാണ് നാം കൂടുതൽ ഊന്നൽ That's കൊടുക്കുന്നത്. good. അത് നല്ലത് തന്നെ. Because Christ is in me, greater is the one who is in me than he who is in the world. ക്രിസ്തു എന്നിലുണ്ട്, ഈ ലോകത്തിലുള്ളവനേക്കാൾ എന്നിലുള്ളവൻ ശക്തനാണ്, വലിയവനാണ്. But to overcome sin, എന്നാൽ പാപത്തെ ജയിക്കണമെങ്കിൽ you must know that you are in Christ. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിലാണ് എന്ന And when സത്യം he നിങ്ങൾ died, you died. അവൻ മരിച്ചിടത്ത് നിങ്ങൾ മരിച്ചു. And if you have united with him, അവനോടൊപ്പം നിങ്ങൾ ഒന്നു you ചേർന്നിട്ടുണ്ടെങ്കിൽ must accept that when he died, you died. അവൻ മരിച്ചപ്പോൾ നിങ്ങൾ മരിച്ചു എന്നത് നിങ്ങൾ സമ്മതിക്കണം. And that's why you cannot live for yourself. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. There are two reasons why Jesus died. യേശു ക്രിസ്തു മരിച്ചതിന് രണ്ട് കാരണങ്ങളുണ്ട്. One, he died for the sins of the world. ഈ ലോകത്തിന്റെ പാപങ്ങൾക്കായി യേശു ക്രിസ്തു മരിച്ചു. There's another reason why he died. അവൻ മരിച്ചതിന് മറ്റൊരു കാരണമുണ്ട്. 2 Corinthians 5 and verse 14. 2 കൊരിന്ത്യർ 5:15. 15. 2 കൊരിന്ത്യർ 5:15 വാക്യം. He died so that we who live might never again live for ourselves. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് ജീവിക്കേണ്ടതിന്. There are two reasons why Christ died. ക്രിസ്തു മരിച്ചതിന് രണ്ട് കാരണങ്ങൾ. He died for our sins, that all understand. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു എന്നുള്ളത് എല്ലാവർക്കും But this മനസ്സിലാകും. everybody has not understood. എന്നാൽ എല്ലാവർക്കും മനസ്സിലായിട്ടില്ല ഈ സത്യം. A coin, you see one side and the other side, both must be there. ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട്, ഒരു വശവും മറ്റേ വശവും He രണ്ടും died that I might never again live for myself. ഞാൻ ഇനി എനിക്ക് വേണ്ടി ജീവിക്കാതിരിക്കുവാനായിട്ട് അവൻ But മരിച്ചു, live for Christ. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതിനായി. That's why he died. അതുകൊണ്ടാണ് ക്രിസ്തു മരിച്ചത്. When you understand that, അത് നിങ്ങൾ then you മനസ്സിലാക്കും. will understand what it is to be a new creation. ഒരു പുതിയ സൃഷ്ടി എന്താണ് എന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകും. See, because of this statement, he died, therefore we all died with him. അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും We also died with him. അതുകൊണ്ട് ഞങ്ങൾ അവനോടൊപ്പം മരിച്ചു. And now he lives, that I might never live for myself but for him. എന്നാൽ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് ഇനി തങ്ങൾക്കായിട്ടല്ല, എനിക്കായിട്ടല്ല, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്ത കർത്താവിനായിട്ട് ജീവിക്കേണ്ടതിനാണ് എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. Therefore what? അതുകൊണ്ട് എന്താണ്? Therefore, verse 17, we are a new creation. അതുകൊണ്ട് 17-ാം വാക്യം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ഒരു പുതിയ The സൃഷ്ടിയാണ്. old things are passed away, everything has become new. പഴയത് കഴിഞ്ഞുപോയി, എല്ലാം പുതുതായി What is തീർന്നിരിക്കുന്നു. the meaning of this? അതിന്റെ അർത്ഥം എന്താണ്? The meaning is verse 15. 15-ാം വാക്യമാണ് അതിന്റെ അർത്ഥം. The old attitude of living for myself has gone. എനിക്ക് വേണ്ടി ജീവിക്കുന്ന ആ പഴയ മനോഭാവം അത് Has it മാറിപ്പോയിരിക്കുന്നു. gone from your life? നിങ്ങളുടെ ജീവിതത്തിൽ അത് മാറിപ്പോയോ? All things have become new. സകലതും പുതിയതായി A തീർന്നിരിക്കുന്നു. new attitude of living for him and not for myself has come in my life. അവന് വേണ്ടി ജീവിക്കുന്ന, എനിക്ക് വേണ്ടി ജീവിക്കാത്ത ഒരു മനോഭാവം എന്നിൽ വന്നിരിക്കുന്നു, പുതിയ മനോഭാവം. That's the meaning of verse 17. അതാണ് 17-ാം വാക്യത്തിന്റെ അർത്ഥം. So Romans 6:6 says, റോമാലേഖനം 6:6 പറയുന്നു, our old man was crucified with him നമ്മുടെ പഴയ മനുഷ്യൻ അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു, so that we might never be a slave to sin anymore. നാം പാപത്തിന് അടിമപ്പെടാതെ വണ്ണം. Now when you get into chapter 7 and 8, you read about the flesh. 7ഉം 8ഉം അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ നാം ജഡത്തെക്കുറിച്ച് വായിക്കുന്നു. The flesh is different from the old man. പഴയ മനുഷ്യനും ജഡവും തമ്മിൽ വ്യത്യാസമുണ്ട്. The flesh is not crucified with Christ. ജഡം ക്രിസ്തുവിനോടൊപ്പം The ക്രൂശിക്കപ്പെട്ടിട്ടില്ല. old man was crucified with Christ. പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടൊപ്പം So ക്രൂശിക്കപ്പെട്ടു. let me explain that to you. അത് ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരട്ടെ. The old man is like an unfaithful servant who lived inside your heart. നിങ്ങളുടെ ഹൃദയത്തിൽ താമസിച്ച ഒരു അവിശ്വസ്തനായ ദാസനെ പോലെയാണ് പഴയ മനുഷ്യൻ. And the flesh and its lusts are like a gang of robbers who always come to steal something. ജഡവും ജഡത്തിന്റെ മോഹങ്ങളും എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ചില കാര്യങ്ങൾ മോഷ്ടിച്ചു They കൊണ്ടുപോകുവാനായിട്ട് come and വരുന്ന knock at the door of your heart. കള്ളന്മാരെ പോലെയാണ്. അവർ വന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ കവാടത്തിൽ മുട്ടിക്കൊണ്ടിരിക്കും. They say, I've come to steal something. ഞങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ചില കാര്യങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുവാനാണ് I've വന്നത്. come to steal your purity. നിന്റെ വിശുദ്ധിയെ മോഷിച്ചു കളയുവാനാണ് ഞാൻ വന്നത്. The old man says, come in. ഈ പഴയ മനുഷ്യൻ അകത്തു നിന്ന് പറയുന്നു, നിനക്ക് അകത്തേക്ക് വരാം, Take it. എടുത്തുകൊള്ളൂ. I've come to steal your joy, to make you miserable. നിന്റെ സന്തോഷത്തെ എടുത്തു കളഞ്ഞ് നിന്നെ ദുഃഖിപ്പിക്കുവാനാണ് ഞാൻ വന്നത്. Old man says, come in.
പഴയ മനുഷ്യൻ പറയുന്നു നിനക്ക് അകത്തേക്ക് പ്രവേശിക്കാം. I've come in to make you a grumbler and a complainer. നീ എപ്പോഴും പരാതി പറയുന്നവനും പിറുപിറുക്കുന്നവനുമാക്കി മാറ്റുവാനാണ് ഞാൻ The old വന്നത്. man says, come in. പഴയ മനുഷ്യൻ പറയുന്നു നിനക്ക് അകത്തേക്ക് വരാം. One day you get fed up of that life. ഈ ഒരു ജീവിതം കൊണ്ട് നിങ്ങൾ മടുക്കുന്നു. And you receive Christ. നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. Then you realize that that old man was crucified with Christ. അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു. God has killed that old man. ആ പഴയ മനുഷ്യനെ ദൈവം He's കൊന്നുകളഞ്ഞു. gone. അവൻ പോയി. Now a new man has come in. You're born again. നിങ്ങൾ വീണ്ടും ജനിച്ചു. ഇപ്പോൾ ഇതാ ഒരു പുതിയ മനുഷ്യൻ നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്നു. Old man is gone. പഴയ മനുഷ്യൻ ഇപ്പോൾ ഇല്ല. But the flesh is still there. എന്നാൽ ജഡം ഇപ്പോഴും ഉണ്ട്. Those are the robbers. അത് ആ കള്ളന്മാരാണ്. They come to knock. അവര് വീണ്ടും ആ കള്ളന്മാർ വീണ്ടും നിങ്ങളുടെ ഹൃദയ But കവാടത്തിൽ now മുട്ടിക്കൊണ്ടുവരും. the new man says, I'm not going to open the door. എന്നാൽ പുതിയ മനുഷ്യൻ ഇപ്പോൾ പറയുന്നു ഞാൻ ഈ കതക് തുറക്കുകയില്ല. See, that's the difference between old man and flesh. പഴയ മനുഷ്യനും ജഡവും തമ്മിലുള്ള So വ്യത്യാസം the ഇതാണ്. new man tells the flesh, you're not going to come into this door. ഈ പുതിയ മനുഷ്യൻ ജഡത്തോട് പറയുന്നു നിനക്ക് ഇപ്പോൾ ഈ കതകിലൂടെ അകത്തേക്ക് പ്രവേശനമില്ല. Then how does a believer sin? പിന്നെ എങ്ങനെയാണ് വിശ്വാസി പാപം Because ചെയ്യുന്നത്? believers also sin. വിശ്വാസികളും പാപം ചെയ്യാറുണ്ടല്ലോ. That is because they don't feed the new man properly. ഈ പുതിയ മനുഷ്യന് ആവശ്യത്തിന് ഭക്ഷണം അവർ കൊടുക്കാത്തത് കൊണ്ടാണ് അവർ പാപം ചെയ്യുന്നത്. So he's so weak. ഈ പുതിയ മനുഷ്യൻ വളരെ ശക്തിയില്ലാതെ He wants to shut the door, but he can't shut the door. അവൻ വാതിൽ അടയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു, പക്ഷേ അവന് പറ്റുന്നില്ല. He's not like the old man. അവൻ ഈ പഴയ മനുഷ്യനെ പോലെയല്ല. The old man will open the door and say, come in. പഴയ മനുഷ്യൻ വാതിൽ തുറന്ന് അകത്തേക്ക് വരാനായിട്ട് ആളുകളെ. The new man hates the lusts in the flesh. എന്നാൽ പുതിയ മനുഷ്യന് ജഡത്തിന്റെ മോഹങ്ങളെ And he wants to keep them out. അവയെ പുറത്ത് നിർത്തുവാനാണ് അവന്റെ താല്പര്യം. That's your experience if you're born again. നിങ്ങൾ വീണ്ടും ജനിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ താല്പര്യം But അതാണ്. because you're not strong enough, എന്നാൽ നിങ്ങൾക്ക് ശക്തിയില്ലാത്തത് കൊണ്ട് you don't read the word of God. In other words, you don't eat your food. നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ദൈവവചനം നിങ്ങൾ ഭുജിക്കുന്നില്ല. You don't seek to be filled with the Holy Spirit continuously. തുടർമാനമായി പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട് നിങ്ങൾ അന്വേഷിക്കുന്നില്ല. You don't have the strength to close that door. ഈ വാതിൽ അടച്ച് നിർത്തുവാൻ നിങ്ങൾക്ക് ശക്തിയില്ല. You can fall into every sin that an unbeliever falls into. ഒരു അവിശ്വാസി വീഴുന്ന എല്ലാ പാപത്തിലും നിങ്ങൾ വീഴുവാൻ But the സാധ്യതയുണ്ട്. difference is the believer does not want to fall into sin. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചുള്ള വ്യത്യാസം അവന് പാപത്തിൽ വീഴുവാൻ താല്പര്യമില്ല. So you need to be strengthened by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നാം ശക്തിപ്പെടേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. Then it says in Romans 6:14, sin will not rule over you. റോമലേഖനം 6:14 നാം തുടർന്ന് വായിക്കുന്നു, പാപം നിങ്ങൾ കർത്തൃത്വം You നടത്തുകയില്ല. will be under grace. നിങ്ങൾ കൃപയ്ക്ക് അധീനരായതുകൊണ്ടാണ്. What does grace do? കൃപ എന്താണ് ചെയ്യുന്നത്? Hebrews chapter 13 എബ്രായ ലേഖനം 13 and verse 9. എബ്രായ ലേഖനം 13 9 Grace strengthens my heart to keep the lusts of the flesh outside. എൻ്റെ ഹൃദയത്തെ ശക്തീകരിച്ച്. Grace comes to strengthen my heart. കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. കൃപ വന്ന് എൻ്റെ ഹൃദയത്തെ ശക്തീകരിക്കുന്നു, So ഉറപ്പിക്കുന്നു. that's what grace does. കൃപ അതാണ് ചെയ്യുന്നത്. Then sin cannot enter your heart. അങ്ങനെയെങ്കിൽ പാപത്തിന് ഹൃദയത്തിലേക്ക് കടക്കുവാൻ കഴിയുകയില്ല. That's why you need to humble yourself always, because God gives His grace to the humble. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും താഴ്മയിലിരിക്കുകയും ദൈവം താഴ്മയുള്ളവർക്കാണ് കൃപ നൽകുന്നത്. നിങ്ങൾ കൃപ ലഭിക്കുകയും ചെയ്യണം. Any of you fall into sin, I want to tell you the reason is because you're proud. നിങ്ങൾ ആരെങ്കിലും പാപത്തിൽ വീഴുന്നുണ്ട് എങ്കിൽ അതിന്റെ കാരണം ഞാൻ പറയട്ടെ, നിങ്ങൾ നിഗളിയായതുകൊണ്ടാണ്. There's only one reason why you lose your temper. നിങ്ങൾക്ക് കോപിക്കുന്നതിന്റെ കാരണം Because ഒന്ന് you're മാത്രമേ proud. ഉള്ളൂ. നിങ്ങൾ There's നിഗളിയായതുകൊണ്ട്. only one reason why you lust with your eyes, because you're proud. നിങ്ങൾ കണ്ടുകൊണ്ട് മോഹിക്കുന്നതിന് ഒരു കാരണമേ ഉള്ളൂ, അത് നിങ്ങളുടെ നിഗളമാണ്. One reason why you don't forgive others or jealous of others, because you're proud. മറ്റുള്ളവരോട് അസൂയയുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ല, അതിന്റെ കാരണം നിങ്ങൾ നിഗളിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. If you were humble, നിങ്ങൾ God താഴ്മയുള്ളവരായിരുന്നു, would have given you grace to strengthen your heart, നിങ്ങളുടെ ഹൃദയത്തെ ഉറപ്പിക്കുവാനായി ദൈവം and that തന്റെ sin കൃപ would നിങ്ങൾക്ക് never നൽകുമായിരുന്നു. have come in. ആ പാപം നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വരികയില്ലായിരുന്നു. So whenever you sin, എപ്പോഴെങ്കിലും നിങ്ങൾ പാപം go to ചെയ്യുമ്പോൾ God and say, Lord, I'm sorry, I was proud somewhere. Please show me where I'm proud. ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ നിഗളിയായിരുന്നു, എവിടെയാണ് ഞാൻ നിഗളിച്ചത് That's എന്നെ why കാണിച്ചു തരണമേ എന്ന് you പറയും. didn't give me grace. കർത്താവേ, അതുകൊണ്ടാണല്ലോ അങ്ങ് എനിക്ക് കൃപ നൽകാഞ്ഞത്. So once we get past that, നമുക്ക് അതിനെ തുടർന്ന് in Romans chapter 7, it speaks about being free from the law. റോമാലേഖനം 7-ാം ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നാം വായിക്കുന്നു. This is a chapter which many people have not understood. അനേക ആളുകൾക്ക് മനസ്സിലായിട്ടില്ലാത്ത ഒരു അധ്യായമാണിത്. What does it mean to be free from the law? ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരാകുക എന്നതിന്റെ അർത്ഥം എന്താണ്?
For the old man to be crucified is one thing. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുക എന്നുള്ളത് ഒരു കാര്യമാണ്. But here it speaks about in Romans 7:4 of being dying to the law. എന്നാൽ റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ന്യായപ്രമാണ സംബന്ധമായി മരിക്കുന്നതിനെ കുറിച്ച് നാം വായിക്കും. I want to explain that to you with an illustration. ആ ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരട്ടെ. See, picture your relationship with the old man as a marriage. പഴയ മനുഷ്യനോടുള്ള നിങ്ങളുടെ ബന്ധം ഒരു വിവാഹവുമായി നിങ്ങൾ താരതമ്യപ്പെടുത്തും. Unconverted days, നിങ്ങളുടെ രക്ഷിക്കപ്പെടാത്ത നാളുകളിൽ you were married to the old man. നിങ്ങൾ പഴയ മനുഷ്യനുമായി വിവാഹം ചെയ്യപ്പെട്ടു. He was a very bad husband. അവനോട് വളരെ മോശക്കാരനായ Always telling you to do wrong things. എപ്പോഴും തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങളെ Always telling you to lust and get angry and fight and quarrel. എപ്പോഴും മോഹിക്കുവാനും കോപിക്കുവാനും പോരാടുവാനും പ്രേരിപ്പിക്കുന്ന പഴയ മനുഷ്യൻ. To steal and to love money and to do all types of wrong things. മോഷ്ടിക്കുവാൻ, പണത്തെ സ്നേഹിക്കുവാൻ, എല്ലാ തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാൻ. He was a very strong husband. വളരെ ശക്തിയുള്ള ഒരു ഭർത്താവ്. And we all obeyed that husband for many years. അനേക വർഷങ്ങൾ ആ ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് But a time came when we were fed up of this husband. എന്നാൽ ഈ ഭർത്താവിനെ മടുത്ത ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ വന്നു. We didn't know how to be free. എങ്ങനെയാണ് സ്വതന്ത്രരാകുക എന്ന് നമുക്കറിയില്ല. Then God killed him. ദൈവം ആ ഭർത്താവിനെ കൊന്നു. You say, hallelujah, I'm free now. ഹല്ലേലൂയ, ഞാനിപ്പോൾ സ്വതന്ത്രനായി. This terrible husband is dead. ഈ ക്രൂരനായ ഭർത്താവ് മരിച്ചിരിക്കുന്നു. Now I can marry the right person. ഇപ്പോൾ എനിക്ക് ശരിയായ വ്യക്തിയെ വിവാഹം കഴിക്കാം. And you want to marry Christ. നിങ്ങൾക്ക് ക്രിസ്തുവിനെ വിവാഹം കഴിക്കണം. And you see this very upright person. എന്നാൽ ക്രിസ്തുവിനെ വിവാഹം കഴിക്കുവാനായിട്ട് നിങ്ങൾ പോകുമ്പോൾ ഇതാ ഒരു വളരെ യോഗ്യനായ ഒരു വ്യക്തി, never does anything wrong, ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തി, never asks anyone to do anything wrong, ആരോടും ഒരു തെറ്റും ചെയ്യുവാൻ ആവശ്യപ്പെടാത്ത ഒരു വ്യക്തി, very upright, വളരെ നീതിമാനായ, 100% upright, 100% നീതിമാൻ. And you say, this is Christ. ഇതാണ് ക്രിസ്തു എന്ന് നിങ്ങൾ ചിന്തിച്ച് and you marry him, അദ്ദേഹത്തെ വിവാഹം കഴിക്കും. and you discover later on that was not Christ. എന്നാൽ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കുന്നു അത് ക്രിസ്തു ആയിരുന്നില്ല, it was a law. അത് ന്യായപ്രമാണമായിരുന്നു. very upright, എല്ലാ കാര്യത്തിലും ശരിയായിരിക്കുന്നവൻ, never tells you to do anything wrong, ഒരിക്കലും ഒരു തെറ്റും ചെയ്യുവാൻ not like the ആവശ്യപ്പെടാത്ത old man. പഴയ മനുഷ്യനെ പോലെയല്ല. Here it speaks in Romans chapter 7 റോമലേഖനം 7-ാം verse അധ്യായത്തിൽ 2, the married woman is bound by the law to her husband. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. And it says here about being married to the law. ഇവിടെ ഇതാ ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച് വായിക്കുന്നു. And the law doesn't tell you to do anything wrong. ന്യായപ്രമാണം നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുന്നില്ല. He's a very good husband, നല്ലൊരു ഭർത്താവാണ്, upright husband, but he's very strict. നീതിമാനായ ഭർത്താവ്, പക്ഷെ വളരെ വളരെ കൃത്യതയുള്ളവനാണ്. It's a picture of how we struggle to please God, you know. നാം ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനുള്ള നമ്മുടെ പരിശ്രമത്തിന്റെ ഒരു ചിത്രമാണ്. We are converted now. We have given up all old habits. നാം നമ്മുടെ പഴയ സ്വഭാവങ്ങളൊക്കെ നാം വിട്ടു, നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. That is the picture here of married to the law. ഇവിടെ ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ അർത്ഥം നാം നല്ലത് ചെയ്യുവാൻ പരിശ്രമിക്കുന്നു. എന്നാൽ ന്യായപ്രമാണം വളരെ വളരെ കൃത്യതയുള്ളതാണ്. He's a husband who says, I want breakfast at 8 o'clock. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം എന്ന് കൃത്യതയോടെ പറയുന്നു. 8, not 8:01, 8 o'clock. 8:01 8 മണിക്ക്. When you wash the clothes, they must be absolutely clean without a spot. തുണി കഴുകുമ്പോൾ ഒരു കറയോ ചുളുക്കവും ഇല്ലാതെ അത് പൂർണ്ണമായും വൃത്തിയായിരിക്കണം. All the clothes must be ironed perfectly. വളരെ കൃത്യതയോടെ എല്ലാ തുണികളും തേച്ച്. The house must be spotlessly clean. വീട് ഒരു കറയുമില്ലാത്തവണ്ണം അത് ശുദ്ധമായിരിക്കണം. He never asks you to do anything wrong like the old man. പഴയ മനുഷ്യനെ പോലെ ഒരു തെറ്റും ചെയ്യുവാനായിട്ട് പറയുന്നില്ല. Everything is right. എല്ലാം ശരിയായിരിക്കണം. But how many of you sisters would be like to marry a man like this? അങ്ങനെയുള്ള ഒരു ഭർത്താവിനെ വിവാഹം കഴിക്കുവാൻ എത്ര സഹോദരിമാർക്ക് Everything must be perfect. എല്ലാം കൃത്യതയോടെ ആയിരിക്കണം. And your life is becoming miserable. നിങ്ങളുടെ ജീവിതം ആകെ കുഴപ്പത്തിലാവുകയാണ്. You're such a lazy person, you can make breakfast only by 11 o'clock. നിങ്ങൾ വളരെ മടിയുള്ള ഒരു വ്യക്തിയാണ്. രാവിലെ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുന്നത് 11 മണിക്കാണ്. But law says 8 o'clock. എന്നാൽ ന്യായപ്രമാണം പറയുന്നത് 8 മണി എന്ന് പറഞ്ഞാൽ 8 മണി. You can't wash the clothes so perfectly. നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലൊന്നും തുണി കഴുകാൻ അറിയില്ല. Keep the house so clean. വീട്
തുടച്ച് വൃത്തിയായി സൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് അറിയില്ല. And you say, my life is just as miserable as it was before. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണല്ലോ എൻ്റെ ജീവിതം ഇപ്പോൾ. Now I'm not doing anything bad now. ഞാനിപ്പോൾ തെറ്റൊന്നും ചെയ്യുന്നില്ല. But frequently condemned and discouraged. എന്നാൽ because I'm not able to come up to the standards. എന്നാൽ തുടർമാനമായി നിരാശപ്പെട്ടിരിക്കുന്നു, കുറ്റബോധത്തിൽ അകപ്പെട്ടിരിക്കുന്നു, എനിക്ക് ദൈവത്തിന്റെ നിലവാരത്തിലേക്ക് ഉയരുവാൻ കഴിയുന്നില്ല. This is the experience of many born again people. വീണ്ടും ജനിച്ച അനേക ആളുകളുടെയും അനുഭവം ഇതാണ്. They finished with the old man, their husband. അവരുടെ പഴയ മനുഷ്യൻ, ആ ഭർത്താവ് മരിച്ചു. But they married the law. എന്നാൽ അവരിപ്പോൾ വിവാഹം കഴിച്ചത് and now they are wishing they're wishing that this husband will also die. ഇപ്പോൾ ഈ ഭർത്താവും എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി എന്നാണ് അവർ ചിന്തിക്കുന്നത്. But he cannot die. എന്നാൽ അദ്ദേഹത്തിന് മരിക്കാൻ പറ്റത്തില്ല. Because the law of God is perfect. കാരണം ദൈവത്തിന്റെ ന്യായപ്രമാണം അത് പൂർണ്ണതയുള്ളതാണ്, അതിന് മരിക്കുവാൻ കഴിയുകയില്ല. He cannot die. He has got no blood pressure, no diabetes, nothing. ഈ ഭർത്താവിന് ബ്ലഡ് പ്രഷർ ഇല്ല, ഡയബറ്റിക്സ് ഇല്ല, അതുകൊണ്ട് മരിക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. So this wife thinks, I am doomed now for the rest of my life. ഈ ഭാര്യ ചിന്തിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ജീവിതമേ പോയി, എൻ്റെ വരുന്ന നാളുകൾ മുഴുവൻ നശിച്ചു. So what does God do? ദൈവം എന്താണ് ചെയ്യുന്നത്? God has got a solution for everything. എല്ലാത്തിനും ദൈവത്തിന് ഒരു പരിഹാരമുണ്ട്. He cannot kill the law because it is perfect. ദൈവത്തിന് ന്യായപ്രമാണം അത് പൂർണ്ണതയുള്ളതായാൽ ദൈവത്തിന് ന്യായപ്രമാണത്തെ കൊല്ലുവാൻ കഴിയില്ല. ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? He kills you. നിങ്ങളെ അവൻ കൊല്ലുന്നു. He kills the wife. ഭാര്യയെ കൊല്ലുന്നു. And when the wife is killed, the marriage is broken. ഭാര്യ മരിക്കുമ്പോൾ വിവാഹ ബന്ധത്തിൽ നിന്ന് മോചനം പ്രാപിക്കും. What is said here is verse 3, as long as the husband is living, she cannot join another man. മൂന്നാം വാക്യത്തിൽ നാം അതാണ് വായിക്കുന്നത്, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ ആയാൽ വ്യഭിചാരിണി എന്ന് പേര് വരും. If the wife dies, the marriage is broken. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ. So it says in verse 4, brethren, you were made to die to the law. You were made to die. Verse 4. നാലാം വാക്യത്തിൽ അവിടെ തുടർന്ന് നാം വായിക്കുന്നത്, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റുവാനായ വേറൊരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരമുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നിങ്ങൾ ന്യായപ്രമാണത്തിന് മരിച്ചിരിക്കുന്നു. Why? എന്തുകൊണ്ട്? See what it says here. ഇവിടെ പറയുന്നത്, so that you might be married to another, even Christ. നിങ്ങൾ ക്രിസ്തുവിന് വേറൊരുവന് ആകേണ്ടതിന്, ക്രിസ്തുവിനോടുള്ള വിവാഹബന്ധത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ടതിന് നിങ്ങൾ now because the marriage of the law is broken, ഇപ്പോൾ നിങ്ങളുടെ വിവാഹ ബന്ധം അത് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. now you can marry Christ. ഇപ്പോൾ നിങ്ങൾക്ക് ക്രിസ്തുവിനെ വിവാഹം കഴിക്കാം. And when you marry Christ, ക്രിസ്തുവിനെ നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ you find he is just as strict as the law. ന്യായപ്രമാണം പോലെ തന്നെ ക്രിസ്തുവും കാര്യങ്ങളൊക്കെ കൃത്യതയുള്ളവനാണ്. Breakfast must be 8 o'clock. ബ്രേക്ക്ഫാസ്റ്റ്, പ്രഭാത ഭക്ഷണം 8 മണിക്ക് തന്നെ. Clothes must be perfectly clean. തുണികളെല്ലാം പൂർണ്ണമായും വൃത്തിയുള്ളതായിരിക്കണം. House must be perfectly clean. വീട് വൃത്തിയുള്ളതായിരിക്കണം. But there's a difference. എന്നാൽ ഒരു വ്യത്യാസമുണ്ട്. He tells you, let's do this together. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഇത് ചെയ്യാം എന്നാണ് ക്രിസ്തു പറയുന്നത്. So first day you produce breakfast only at 11 o'clock. ആദ്യത്തെ ദിവസം നിങ്ങൾ 11 മണിക്കാണ് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുന്നത്. And Jesus says, don't worry, we'll do it, we'll work together, it'll become better. യേശു ക്രിസ്തു പറയുന്നു, സാരമില്ല, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ചെയ്യാം, അടുത്ത ദിവസം ഇത് കുറച്ചുകൂടി മെച്ചമാകും. He makes the breakfast with you. നിങ്ങളോടൊപ്പം അവൻ പ്രഭാത ഭക്ഷണം slowly ക്രമേണ your breakfast comes to 10 o'clock, 9 o'clock, and one day you can make breakfast at 8 o'clock. 10 മണിക്ക്, 9 മണിക്ക്, 8 മണിക്ക് നിങ്ങളുടെ പ്രഭാത ഭക്ഷണ സമയം മാറി മാറി വരും. You can keep the house perfectly clean. നിങ്ങൾക്ക് ആരംഭത്തിൽ വീട് വൃത്തിയായി സൂക്ഷിക്കുവാൻ കഴിയുന്നില്ലെങ്കിലും തുടർന്ന് നിങ്ങൾക്ക് കഴിയുന്നു. എന്തുകൊണ്ട്? Because Jesus does 99% of the job and asks you to do 1%. കാരണം യേശു ക്രിസ്തു 99% കാര്യങ്ങളും ചെയ്ത് 1% മാത്രം നിങ്ങളോട് ചെയ്യാൻ പറയും. Wouldn't your sisters like to be married to a husband like that? അങ്ങനെയുള്ള ഒരു ഭർത്താവിനെ വിവാഹം കഴിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? Who says let's do it together? നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ചെയ്യാം. You do 1%, I'll do 99%. നീ 1% ചെയ്തോ, ഞാൻ 99%. എല്ലാം. You do 1%, I'll do 99%. നീ 1% ചെയ്യുക, ഞാൻ 99% This is the Christian life. ഇതാണ് ക്രിസ്തീയ ജീവിതം. If we ask Jesus to do 100%, then we are like robots. യേശു ക്രിസ്തുവിനോട് 100% ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഈ റോബോട്ടുകളെ പോലെയാണ്. God doesn't want robots. ദൈവത്തിന് റോബോട്ടുകളല്ല വേണ്ടത്. He wants us to choose. നാം തിരഞ്ഞെടുക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. See, if God made Adam like a robot, he would never have sinned. ആദാമിനെ ഒരു റോബോട്ട് പോലെയാണ് ദൈവം സൃഷ്ടിച്ചിരുന്നതെങ്കിൽ അവൻ പാപം ചെയ്യുകയില്ലായിരുന്നു. He would have walked up to the tree of knowledge and turned around and walked away. അവൻ
നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിനടുത്തേക്ക് നടന്നു ചെല്ലും. അവിടെ നടന്ന് അടുത്ത് ചെല്ലുമ്പോൾ അവൻ തിരിച്ചു പോകും. Because the program, the computer is to go away from there. കാരണം അവിടെയുള്ള കമ്പ്യൂട്ടറിലെ പ്രോഗ്രാം ആ വൃക്ഷത്തിന്റെ അടുത്ത് നിന്ന് മാറിപ്പോകണമെന്നാണ്. If you were programmed like a robot, you would never sin. നിങ്ങളും ഒരു റോബോട്ടിനെ പോലെ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പാപം ചെയ്യുകയില്ല. God is a father. ദൈവം ഒരു പിതാവാണ്. He doesn't want robots. അവന് റോബോട്ടുകളെ അല്ല, He wants children. അവന് കുഞ്ഞുങ്ങളെയാണ് വേണ്ടത്. Even if they are a little naughty in the beginning, they'll grow up to be good children. കുഞ്ഞുങ്ങൾ ആദ്യം കുറച്ച് വഴക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിലും അവർ നല്ല കുട്ടികളായി വളർന്നു വരും. You ask any father here. ഇവിടെയുള്ള ഏതൊരു പിതാവിനോട് നിങ്ങൾ ചോദിക്കുക, would you like to have an obedient 3-year-old robot? നിങ്ങൾക്ക് വളരെ അനുസരണമുള്ള 3 വയസ്സുള്ള ഒരു റോബോട്ടിനെയാണോ നിങ്ങൾക്ക് വേണ്ടത്? When you come home from work, നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ the small robot will come to you, hello daddy. ഈ 3 വയസ്സുള്ള റോബോട്ട് ഓടി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുന്നു, ഹലോ ഡാഡി, can I bring you your slippers? may I bring yours? ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചെരുപ്പ് കൊണ്ടുവരട്ടെ? Or would you like a naughty 3-year-old coming and saying, why are you so late? അല്ലെങ്കിൽ 3 വയസ്സുള്ള ഒരു കുട്ടി വന്ന് നിങ്ങളുടെ അടുത്ത് എന്താ ഡാഡി വൈകിയത് എന്ന് ചോദിക്കുന്നതാണോ? Any father will say, give me that naughty 3-year-old. എനിക്ക് നിങ്ങൾ ആ വഴക്കാളിയായ 3 വയസ്സുള്ള മകനെ തരിക. This automatic obedience God doesn't want. ഈ റോബോട്ടിനെ പോലെയുള്ള അനുസരണമല്ല ദൈവത്തിന് വേണ്ടത്. See what a joy comes in your heart when a little child hugs you and says, daddy, I love you. ഡാഡി എനിക്ക് അങ്ങേ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞ് നിങ്ങളെ കെട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര സന്തോഷമുണ്ടാകുന്നു. 25 robots hugging you and saying I love you means nothing. 25 റോബോട്ടുകൾ ഓടി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സന്തോഷവും തോന്നുകയില്ല. God is like that. ദൈവത്തിനും അങ്ങനെ തന്നെയാണ്. That's why Jesus doesn't do 100%. അതുകൊണ്ടാണ് യേശുക്രിസ്തു 100% ചെയ്യാത്തത്. I want you to do that 1% where you say I want that Lord. ദൈവമേ എനിക്കത് വേണമെന്ന് പറഞ്ഞ് ആ 1% നിങ്ങൾ ചെയ്യണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. That is married to Christ, not to the law. ന്യായപ്രമാണത്തിനല്ല, ക്രിസ്തുവിനോട് വിവാഹം ചെയ്യപ്പെട്ടിരിക്കുന്നതിന്റെ ചിത്രമാണ്. Christ fills us with the Holy Spirit. ക്രിസ്തു നമ്മെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നു. And he leads us. It says in Romans 8:13 to put the deeds of the flesh to death by the Holy Spirit. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാനായിട്ട് ഈ രീതിയിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. Then we live. തുടർന്ന് നാം ജീവിക്കുന്നു. That is holiness. അതാണ് വിശുദ്ധി. And then outside, വെളിയിൽ Romans 8:28, God makes everything work together for my good. എല്ലാ കാര്യങ്ങളും റോമാലേഖനം 8:28 സകലവും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. Inside me through the Holy Spirit. എൻ്റെ ആന്തരികമായി എനിക്ക് അകത്ത് പരിശുദ്ധാത്മാവിനാൽ അവൻ പ്രവർത്തിക്കുന്നു. Outside for my good. ബാഹ്യമായി എല്ലാ സാഹചര്യങ്ങളെയും എൻ്റെ നന്മയ്ക്കായിട്ട് ദൈവം കൂടി വ്യാപരിപ്പിക്കുന്നു. And so we say, അതുകൊണ്ട് നാം പറയുന്നു, verse 31, 31 വാക്യം, if God be for us, who can be against us? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? Can you say that? നിങ്ങൾക്കത് പറയുവാൻ കഴിയുമോ? We should all be able to say it. നിങ്ങൾ എല്ലാവരും അത് പറയണം. And we can say, I'm convinced, verse 38, 39, nothing can separate me from the love of God in Christ Jesus. ക്രിസ്തുവേശുവിലുള്ള നിന്ന് എന്നെ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ ഒന്നിനും കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. This is true holiness in Romans 1-8. റോമാലേഖനം 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ യഥാർത്ഥ വിശുദ്ധിയുടെ ഒരു ചിത്രം. Partnership with Jesus Christ. യേശുവിനോടൊപ്പമുള്ള കൂട്ടായ ഒരു പ്രവർത്തനമാണ്. He says, take my yoke upon you like 2 bullocks under a yoke. 2 കാളകൾ ഒരു നുകത്തിന്റെ കീഴിൽ ഇരിക്കുന്നത് പോലെ കർത്താവ് പറയുന്നു, നിങ്ങൾ എന്റെ നുകം ഏറ്റെടുക്കുക. He does 99% and I do 1%. എന്നാൽ 99% യേശു ചെയ്യുന്നു, 1% എന്നോട് ചെയ്യുവാൻ പറയുന്നു. And that life of Jesus enables me to live an overcoming life. ആ യേശുക്രിസ്തുവിന്റെ ജീവൻ ഒരു വിജയകരമായ ജീവിതം ജീവിക്കുവാൻ എന്നെ ശക്തീകരിക്കുന്നു. Now even if you didn't understand everything you heard this morning, ഈ രാവിലെ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും, if you have a hunger and thirst for a godly life, ദൈവഭക്തിയുള്ള ഒരു ജീവിതത്തിനായിട്ടുള്ള വിശപ്പും ദാഹവും നിങ്ങൾക്കുണ്ടെങ്കിൽ, I want to tell you, God will fill you with the Holy Spirit. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും. And he will enable you to live this life. ഈ ഒരു ജീവിതം ജീവിക്കുവാൻ അവൻ നിങ്ങളെ ശക്തീകരിക്കും. What I want you to do is take some time to read Romans 1-8 again when you go home. നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ റോമാലേഖനം 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ വീണ്ടും വായിക്കുക. And you will understand it better after what you heard now. ഇന്ന് നിങ്ങൾ കേട്ടതിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് 1 മുതൽ 8 വരെ കൂടുതൽ വ്യക്തമായി മനസ്സിലാകും. Read it slowly. എന്നാൽ സാവധാനം വായിക്കുക. Meditate on it. ധ്യാനപൂർവ്വം വായിക്കുക. Think about it. ചിന്തിക്കുക. And if you still want to understand more, that
through the Bible commentaries there, read that section there. നിങ്ങൾക്ക് അത് വീണ്ടും മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈബിളിലൂടെ എന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ ആ പേജുകൾ നിങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ ആ കാസറ്റുകൾ. It's only in English through the Bible. അത് ഇംഗ്ലീഷിൽ മാത്രമാണ്. But it's very important to know the scriptures if you want to live a life of victory. എന്നാൽ വിജയകരമായ ഒരു ജീവിതം നിങ്ങൾ ജീവിക്കണമെങ്കിൽ ദൈവവചനം നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ ആവശ്യമാണ്. Thank you for praying for me. എനിക്കായി നിങ്ങൾ പ്രാർത്ഥിച്ചതിന് നന്ദി. I was so sick when I came. I was wondering whether I'd get through these 4 days. ഇവിടെ ഞാൻ വന്നപ്പോൾ ഞാൻ വളരെ രോഗിയായിരുന്നു. ഞാൻ ഈ 3 ദിവസം ഇവിടെ എങ്ങനെ ഇവിടെ ചെലവഴിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. Because of that I didn't get much time to meet all of you. അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാവരെയും അടുത്ത് കാണുവാൻ എനിക്ക് പറ്റിയില്ല. First of all, I didn't want to make you sick with my cough and cold. എൻ്റെ ചുമയും ജലദോഷവും നിങ്ങൾക്കും പിടിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു. But I would have loved to spend more time with many of you. നിങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. I pray there will be a very powerful testimony for the name of Jesus Christ in Kerala. കേരളത്തിൽ കർത്താവിന്റെ നാമത്തിനായി ശക്തിയുള്ള ഒരു സാക്ഷ്യമായി നിങ്ങൾ നിൽക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I came to Kottayam in 1983. 1983 ഞാൻ കോട്ടയത്ത് വന്നത്. I was invited to speak at a big Church of God convention. ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു വലിയ കൺവെൻഷനിൽ പ്രസംഗിക്കുവാൻ വേണ്ടിയാണ് എന്നെ ഇവിടെ കോട്ടയത്ത്. And I was also invited to a small house meeting in Kottayam. കോട്ടയത്ത് തന്നെ ഉള്ള ഒരു ചെറിയ വീട്ടിലെ പ്രാർത്ഥനയ്ക്കും എന്നെ വിളിച്ചിരുന്നു. So I told the Church of God, I can't come for your 12,000 member convention. 12,000 ആളുകൾ കൂടി വരുന്ന നിങ്ങളുടെ കൺവെൻഷന് എനിക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. God has told me to go to this small fellowship. ഇവിടെയുള്ള ചെറിയ ഒരു കൂട്ടായ്മ അവിടെ പോകാനാണ് എനിക്ക് ഒരു പ്രേരണയുള്ളത് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. It was at the same time. അത് രണ്ടും ഒരേ സമയത്തായിരുന്നു. January 1983. 1983 ജനുവരി. So I went to this house in Kottayam. ഞാൻ ഈ കോട്ടയത്തുള്ള ഈ വീട്ടിൽ There a പോയി. few people were meeting together. അവിടെ കുറച്ച് പേര് അവിടെ കൂടി വരുന്നു. And we had 3-4 days meetings. അവിടെ 3-4 ദിവസത്തെ മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. And I dressed like everybody else with a mund and all. ആ സമയത്ത് ഞാനിവിടെ വന്നപ്പോൾ കേരളത്തിൽ എല്ലാവരെയും പോലെ ഞാനും ഒരു മുണ്ടും ഒക്കെ എടുത്താണ് ഇവിടെ വന്നത്. I wanted to be like everybody else. മറ്റുള്ള ആളുകളെ പോലെ തന്നെ ആയിരിക്കാൻ ഞാനും ആഗ്രഹിച്ചു. And I preached the good news of victory. വിജയകരമായ ജീവിതത്തിന്റെ ആ സന്ദേശം ഞാൻ അവിടെ പ്രസംഗിച്ചു. Some people were gripped. അവിടെയുള്ള ചില ആളുകൾക്ക് ആ സന്ദേശത്താൽ പിടിക്കപ്പെട്ടു. They said, we want to start a church here. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു സഭ തുടങ്ങണം. That is how CFC started. അങ്ങനെയാണ് CFC തുടങ്ങിയത്. I'm so thankful I did not go to that big 12,000 member convention. അന്ന് 12,000 പേരുള്ള കൺവെൻഷന് ഞാൻ അന്ന് പോയില്ല എന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി കരയിച്ചു. From that time God has added many other churches. ആ കാലഘട്ടം മുതൽ ദൈവം മറ്റ് പല സഭകളെയും ഇവിടെ ദൈവം ഉരുവാക്കി. Different brothers have come and gone. പല സഹോദരന്മാർ വന്നു, പലരും പോയി. But with all that sifting, God has kept behind a godly remnant that wants to be a witness for Him. ഇങ്ങനെ പല പാറ്റലിന് ശേഷവും ദൈവത്തിന് വേണ്ടി ഒരു ഭക്തിയുള്ള ശേഷിപ്പിനെ ദൈവം മാറ്റി വെച്ചിരിക്കുന്നു. See, the most wonderful thing I've seen in India and in other countries is that God has raised up godly leaders. ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും ഞാൻ കണ്ട ഒരു സത്യം, ദൈവഭക്തിയുള്ള നേതാക്കന്മാരെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. God's work is not dependent on me. ദൈവത്തിന്റെ വേല എന്നിൽ ആശ്രയിച്ചല്ല. He's got many servants. ദൈവത്തിന് പല ദാസന്മാർ. He's got many in Kerala too. കേരളത്തിലും അപ്രകാരം പലരുമുണ്ട്. You must pray for them. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, സ്വർഗ്ഗസ്ഥനായ പിതാവേ, please help us to honor you in our life. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയെ മാനിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. And that there'll be a very powerful light shining for you in Kerala all over. കേരളത്തിലെ എല്ലായിടത്തും അങ്ങയ്ക്ക് വേണ്ടി കർത്താവേ ശക്തിയായി പ്രകാശിക്കുന്ന ഒരു വെളിച്ചം ഉണ്ടാകുവാൻ ഞങ്ങൾ, especially all these young people here, Lord, I pray they'll be gripped by the truth. കർത്താവേ ഈ സത്യങ്ങളാൽ ഇവിടെയുള്ള ചെറുപ്പക്കാർ പ്രത്യേകിച്ച് പിടിക്കപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. To honor you. കർത്താവേ അങ്ങയെ മാനിക്കുവാൻ അവരെ സഹായിക്കണമേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.